اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. بسم الله الرحمن الرحيم. وما ينطق عن الهوى إن هو إلا وحي يوحى. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പരമാവധി പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടെ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഇനി ഒരു സംസാരത്തിന്റെ ആവശ്യമില്ലാത്ത വിധം യാഥാർത്ഥ്യം ഗ്രഹിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകൾക്കും ബോധ്യപ്പെടുമാറ് കാര്യങ്ങൾ ഇവിടെ വിശദീകരിക്കപ്പെട്ടു. ഈ ശബ്ദം ശ്രവിച്ച മുഴുവൻ ആളുകളോടും, വിശിഷ്യ മടൂർ വിഭാഗത്തിലെ നേതാക്കന്മാരുടെ കൈകളിൽ സത്യമുണ്ട് എന്ന് ധരിക്കുന്ന ആ ഒരു മനസ്സോടുകൂടി ഇതിനെ വീക്ഷിക്കുന്ന ആളുകളോട് പ്രത്യേകിച്ചും സൂചിപ്പിക്കാനുള്ളത്, ധാരാളം വിഷയങ്ങൾ ഇവിടെ പ്രതിപാദിക്കപ്പെട്ടു. ഒരു കേവലമായ വാശിയോ വിജയിക്കാനുള്ള ആശയോ അല്ല ഇത്തരം സംസാരങ്ങൾക്ക് ഞങ്ങൾക്കൊന്നുമുള്ള പ്രചോദനം. ഇത് സംഘാടകർക്കും അതല്ല. അങ്ങനെ ആണെങ്കിൽ തീർച്ചയായും ഇത് നഷ്ടം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. നേരെ മറിച്ച് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഉണ്ടായ ചില അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ ചില ആളുകൾ മാറി നിന്നപ്പോൾ അവരുടെ കൈകളിലാണ് ശരിയായ ഖുർആനും സുന്നത്തും ഉള്ളത് എന്നും അവരാണ് ശരിയായ സലഫി ആദർശം പ്രതിനിധാനം ചെയ്യുന്നു എന്നും തെറ്റിദ്ധരിച്ചുകൊണ്ട് കൂടെ നിൽക്കുകയും അവസാനം സ്വന്തം ആളുകളായി എന്ന ഒറ്റക്കാരത്താൽ പറയുന്ന മുഴുവൻ കാര്യങ്ങളെയും ന്യായീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായപ്പോൾ യഥാർത്ഥത്തിൽ എത്രമാത്രം വലിയ അപകടത്തിലാണ് അത്തരം നേതാക്കന്മാർ ചെന്നുപെട്ടത് എന്നും എത്ര വലിയ ആഴമേറിയ ഗർത്തത്തിലേക്കാണ് അവർ ഈ ആളുകളെ നയിക്കുന്നത് എന്നും കൃത്യമായി ബോധ്യപ്പെടുത്താൻ മാത്രമാണ് ഇത്തരം വിശദീകരണങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 10-12 കൊല്ലമായി നിലനിൽക്കുന്ന ഈ അഭിപ്രായ വ്യത്യാസങ്ങളിൽ ആദർശപരമായ വല്ലതും ഉണ്ടോ എന്ന് ഇനിയൊരു സംശയവും ബാക്കിയില്ലാത്ത വിധം ഏതൊരാൾക്കും ബോധ്യമാകുമാറ് കാര്യങ്ങൾ വ്യക്തമാകുന്ന തരത്തിലായിരുന്നു 1-ാം തീയതിയും 8-ാം തീയതിയും നടന്ന സംവാദങ്ങൾ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളും മുസ്ലിം ലോകം ഏതൊരു ആദരവോട് കൂടിയാണോ ഇത്രയും കാലം 114 കാലം സ്വീകരിച്ചു പോകുന്നത്, ആ ആദരവുകളെ മുഴുവനും ചവിട്ടിത്തള്ളി എല്ലാം പൊളിച്ചെറിഞ്ഞ് എല്ലാം അട്ടിമറിച്ച് സാക്ഷാൽ മുഅ്തസിലി ആദർശം, ചേകന്നൂരിയൻ ആദർശം, അഖ്ലാനിയൻ ചിന്താഗതി കൊണ്ടുവരികയും തങ്ങളുടെ ബുദ്ധിക്ക് യോജിക്കാത്ത മുഴുവൻ പ്രമാണങ്ങളെയും, അത് ഹദീസാണെങ്കിലും ശരി ആയത്താണെങ്കിലും ശരി, തങ്ങളുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തവയെ ദുർവ്യാഖ്യാനിക്കുകയോ നിഷേധിക്കുകയോ പരിഹസിക്കുകയോ ഇനിയൊരു പക്ഷേ പുറത്തേക്ക് സ്വീകരിക്കുന്നുവെന്ന് പറയുന്നുവെങ്കിലും യഥാർത്ഥത്തിൽ അവ ആത്മാർത്ഥമായി ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സില്ലാത്ത സാഹചര്യം ഉണ്ട് എന്നുള്ളത് ആ 2 സംവാദങ്ങളിലൂടെ ഇവിടെ ബോധ്യമായി കഴിഞ്ഞു. അതേപോലെ വിശുദ്ധ ഖുർആനെതിരാണ് ചില ഹദീസുകൾ എന്ന് അവർക്ക് തോന്നുകയും മുൻഗാമികളായ ഒരാളുടെയും പിൻബലമില്ലാതെ സ്വന്തം ബുദ്ധിയും സ്വന്തം യുക്തിയും മാത്രം അടിസ്ഥാനമാക്കി വിശുദ്ധ ഖുർആനിന് ഈ ഹദീസ് എതിരാണ് എന്ന് അവർക്ക് തോന്നുകയും അതിനടിസ്ഥാനത്തിൽ മാത്രം ധാരാളം ഹദീസുകളെ പുതിയ ചില സാങ്കേതികതകൾ ഉണ്ടാക്കിയെടുത്ത് അതിന്റെ മറവിൽ തള്ളിക്കളയുന്ന, നിഷേധിക്കുന്ന, പരിഹസിക്കുന്ന പ്രവണതയാണ് സംവാദങ്ങളിൽ നമ്മൾ കേട്ടത്. അതിന്റെ വിശദീകരണമാണ് ഇവിടെ നാം ഇപ്പോൾ ശ്രമിച്ചത്. യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ കിതാബിന് വിരുദ്ധമായ ഒരൊറ്റ ഹദീസും അവന്റെ റസൂലിന്റെ നാവിൽ നിന്ന് ഉണ്ടാവില്ല എന്ന കാര്യത്തിൽ മുസ്ലിം ലോകത്ത് സംശയമില്ല. കാരണം വിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് പഠിപ്പിച്ചത് വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ എന്നാണ്. വമാ യൻതിഖു അനിൽ ഹവാ, പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമാ യൻതിഖു, അദ്ദേഹം സംസാരിക്കില്ല അനിൽ ഹവാ, സ്വന്തം ഇഷ്ടപ്രകാരം ദേഹേച്ഛപ്രകാരം
അവിടുന്ന് സംസാരിക്കില്ല. ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ, അല്ലാഹുവിന്റെ വഹ്യു പ്രകാരമല്ലാതെ, ദിവ്യ സന്ദേശം അടിസ്ഥാനമാക്കിയല്ലാതെ അല്ലാഹുവിന്റെ റസൂൽ സംസാരിക്കില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞുവെങ്കിൽ ആയിഷ ബീവിയോട് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നു, അതേ ആയിഷ, ഇന്നല്ലാഹ അഫ്താനി ഫീമാ ഇസ്തഫ്തൈതുഹു, അല്ലാഹുവിനോട് ഞാനിതാ ഒരു ശമനം തേടിയ, ഒരു ഉത്തരം തേടിയ വിഷയത്തിൽ അല്ലാഹു തആല എനിക്ക് ശമനം നൽകിയിരിക്കുന്നു, അതിന് ഫത്വ നൽകിയിരിക്കുന്നു, ഉത്തരം നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകന്റെ ഉന്മേഷക്കുറവ്, പ്രവാചകനുണ്ടായ ചില പ്രയാസങ്ങൾ, ആ പ്രയാസങ്ങളുടെ പിന്നിൽ എന്താണ് എന്ന് ലബീദ് ഇബ്നു അസ്സം എന്ന ജൂതനായ മനുഷ്യൻ തനിക്കെതിരെ സിഹർ ചെയ്തുവെന്നും ആ സിഹറിന് അവൻ ഉപയോഗിച്ച രീതികൾ എന്തൊക്കെയാണ് എന്നും അതിന് രക്ഷപ്പെടാൻ എന്തു മാർഗമാണ് സ്വീകരിക്കേണ്ടത് എന്ന് അല്ലാഹു തആല 2 മലക്കുകളെ പറഞ്ഞയച്ച് എന്നെ പഠിപ്പിച്ചുവെന്നും ആ മാർഗം ഞാൻ സ്വീകരിക്കാൻ വഴി എനിക്കിതാ അതിൽ നിന്ന് ആശ്വാസം ലഭിച്ചിരിക്കുന്നു, മോക്ഷം ലഭിച്ചിരിക്കുന്നുവെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പ്രിയപത്നി നമ്മുടെ ഉമ്മയായ ആയിഷ ബീവിയെ പഠിപ്പിച്ചത്, ആയിഷ ബീവി പിന്നീട് എടുത്തുദ്ധരിച്ചത് ഇമാം ബുഖാരി തന്റെ സ്വഹീഹുൽ ബുഖാരിയിൽ 6 പ്രാവശ്യം ആവർത്തിച്ചുദ്ധരിച്ചെങ്കിൽ ഇമാം മുസ്ലിമും ഇമാം അഹ്മദും ഇമാം തുബ്രാനിയും അടക്കമുള്ള ഒട്ടുമിക്ക ഹദീസ് പണ്ഡിതന്മാരും തങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ ആ ഹദീസ് വ്യത്യസ്തങ്ങളായ പരമ്പരകളിൽ വ്യത്യസ്തങ്ങളായ പദപ്രയോഗങ്ങളിൽ ഉദ്ധരിച്ചുവെങ്കിൽ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ, സ്വന്തം ഇഷ്ടപ്രകാരം പ്രവാചകൻ സംസാരിക്കില്ല, വഹ്യു പ്രകാരമല്ലാതെ, വഹ്യു പ്രകാരമല്ലാതെ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ഇത് പറഞ്ഞെങ്കിൽ അത് വഹ്യു പ്രകാരം തന്നെയാണ്. അതുകൊണ്ട് ആ ഹദീസ് ഒരിക്കലും ഖുർആന് വിരുദ്ധമാകുന്ന പ്രശ്നമില്ല. പിന്നെ വിരുദ്ധമാണ് എന്ന് പണ്ടുകാലത്ത് പറഞ്ഞു മുഅ്തസിലിയാക്കളായ ആളുകൾ. മുഅ്തസിലിയാക്കൾ പറഞ്ഞു ഖുർആനെതിരാണ് എന്ന് നേരത്തെ വിശദീകരിക്കപ്പെട്ടു. ആ വിഷയം വളരെ വിശദമായി തന്നെ ഇമാം നവവി, ഇമാം അസ്ഖലാനി മുതൽ ഇങ്ങോട്ടുള്ള ഹദീസ് വിശദീകരിച്ച പണ്ഡിതന്മാരും അഹ്ലുസുന്നയുടെ മറ്റ് ഒട്ടുമിക്ക ആലിമീങ്ങളും വളരെ വിശദമായി മറുപടി നൽകുകയും മുഅ്തസിലിയത്തിന്റെ വാദത്തെ ഇല്ലാതാക്കുകയും ചെയ്ത ആ മുഅ്തസിലിയാക്കളുടെ ദുർന്യായങ്ങളെ വീണ്ടും പൊക്കിപ്പിടിച്ചുകൊണ്ട് ഈ ഹദീസ് ഖുർആനെതിരാണ് എന്ന വാദവുമായി വന്നപ്പോൾ തങ്ങളുടെ നേതാക്കന്മാർക്ക് ഇത്തരം ചില പിഴച്ച ആശയങ്ങൾ ഉണ്ട് എന്നറിയാതെ പെട്ടുപോയ അനുയായികൾ ഉണ്ടെങ്കിൽ അതവരെ ബോധ്യപ്പെടുത്താനാണ് ആ സംവാദത്തിന് മുജാഹിദ് പ്രസ്ഥാനം തയ്യാറായി വന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു ഖണ്ഡനത്തിന് അവസരമുണ്ടായപ്പോൾ വീണ്ടും അത് ഉപയോഗപ്പെടുത്താൻ ഞങ്ങൾ സന്നദ്ധമായത്. ആ ഒരു സിഹർ മാത്രമല്ല, അവിടെ ഇങ്ങോട്ട് പറഞ്ഞ് എവിടെ വരെ എത്തി നേരത്തെ വിശദീകരിക്കപ്പെട്ടു. ദജ്ജാലുമായി ബന്ധപ്പെട്ട വിഷയം, ഖബർ ശിക്ഷയുമായി ബന്ധപ്പെട്ട വിഷയം, സിറാത്ത് പാലവുമായി ബന്ധപ്പെട്ട വിഷയം, അങ്ങനെ തുടങ്ങി മുസ്ലിം ലോകത്ത് തർക്കമില്ലാത്ത വിധം സുന്നി മുജാഹിദ് തർക്കം പോലുമില്ലാതെ നിരാക്ഷേപം സ്വീകരിക്കപ്പെട്ടു പോന്ന വിശ്വാസ കാര്യങ്ങളെ പോലും തള്ളിക്കളയുന്ന, പരിഹസിക്കുന്ന, ചോദ്യം ചെയ്യുന്ന ഈ നിലപാട് അഹ്ലുസുന്നയിൽ എന്തു മാതൃകയാണ് സഹോദര. ഇതിനുള്ളത് ആത്മാർത്ഥമായി ചിന്തിക്കുക. അതേപോലെ സംഗീതവുമായി ബന്ധപ്പെട്ട്, സംഗീത ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പരാമർശങ്ങൾ വന്നു, ഹാർമോണിയുമായി ബന്ധപ്പെട്ട് വന്ന പരാമർശം വന്നു. ആ വിഷയത്തിലാണ് നമ്മുടെ സഹോദരന്മാർ ഒരു നോട്ടീസ് ഇവിടെ കൊടുത്തയച്ചിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അത് ഞാൻ വിശദീകരിക്കാം. അതിനു മുമ്പ് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്, ഈ സംഗീതവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലോകത്ത് കൃത്യമായ നിലപാട് എല്ലാ കാലത്തുമുണ്ട്. പാട്ട് വേറെ, കവിത വേറെ, സംഗീതം വേറെ, സംഗീത ഉപകരണങ്ങൾ വേറെ, എല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് പാട്ടുമായി ബന്ധപ്പെട്ട് വന്ന ധാരാളം ഹദീസുകൾ കാണാൻ കഴിയും. സ്വഹാബിമാർ പലരും പാട്ട് പാടിയിട്ടുണ്ട്. സ്വഹാബിമാർ പലരും കവികളായിരുന്നു. ഹസ്സാൻ ബിൻ സാബിത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ കവിയായിരുന്നു. അതേപോലെ അലി ഇബ്നു അബീ ത്വാലിബ് അറിയപ്പെട്ട കവിയായിരുന്നു. ഇമാം ഷാഫിഈ അറിയപ്പെട്ട കവിയായിരുന്നു. തർക്കമുള്ള വിഷയമല്ല. ആ കവിതകളെ, ആ പാട്ടുകളെ എടുത്തുദ്ധരിച്ചുകൊണ്ട് സംഗീതം അനുവദിക്കാൻ, മ്യൂസിക് അനുവദനീയമാക്കാൻ, ഹാർമോണിയും തബലയും വീണയുമെല്ലാം അനുവദനീയമാക്കി മാറ്റാനുള്ള ചില കുൽസിതമായ ശ്രമങ്ങൾ അത് ലോകത്ത് ആദ്യമായി ഉണ്ടാക്കിക്കൊണ്ടുവന്നത് യഥാർത്ഥത്തിൽ സൂഫികളായിരുന്നു. സൂഫികളാണ് ഇത്തരം ഹദീസുകളെ, ഈ കത്തിൽ പറഞ്ഞ ഹദീസ് അടക്കം
ഈ കത്തിൽ മടവൂർ സഹോദരന്മാർ ഇങ്ങോട്ട് കൊടുത്തയച്ച ഈ കത്തിൽ ഇന്നാട്ടിലെ മടവൂർ സഹോദരന്മാർ ഉണ്ടാക്കിയതല്ല. ഞങ്ങൾക്കറിയാം, ദിവസങ്ങളായി ഫേസ്ബുക്കിൽ, വാട്സപ്പിൽ, യൂട്യൂബിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു നോട്ടീസാണിത്. തൽക്കാലം അതൊരു പ്രിന്റ് എടുത്ത് സമാധാനത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് വരുത്താൻ വേണ്ടി ഇങ്ങോട്ട് കൊടുത്തയച്ചു എന്ന് മാത്രം. ഏതായാലും വിശദീകരിക്കാം. ഈ പറയുന്ന ഈ ഹദീസ്, ഈ നോട്ടീസിൽ പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ, ഈ ഹദീസ് അടിസ്ഥാനമാക്കിക്കൊണ്ട്, ഈ ഹദീസ് തെളിവാക്കിക്കൊണ്ട് ഇതിൽ നിന്ന് സംഗീതം അനുവദനീയമാണെന്ന്, സംഗീത ഉപകരണം അനുവദനീയമാണ് എന്ന് ആദ്യമായി വാദിച്ചത് യഥാർത്ഥത്തിൽ സൂഫികളായിരുന്നു. സൂഫികളാണ്. സൂഫികൾക്ക് സംഗീതം പറ്റും. സൂഫികൾക്ക് പറ്റുമെന്ന് മാത്രമല്ല, അവിടെ ഇബാദത്തിന്റെ ഭാഗമാണ് സംഗീതം. ഇബാദത്തിന്റെ ഭാഗമാണ് സംഗീതം. അങ്ങനെയാണ് ഇന്നും സൂഫികളുടെ ബാക്കി പത്രമായ സമസ്തക്കാർക്ക് ഇബാദത്തിന്റെ ഭാഗമായി ഇവിടെ സംഗീതങ്ങളും അതേപോലെ ദഫുകളും ബാൻഡ് വാദ്യങ്ങളും അതുപോലെയുള്ള ഉപകരണങ്ങളുമെല്ലാം പ്രവാചകന്റെ പേരിൽ, നബിദിനാഘോഷത്തിന്റെ പേരിൽ, ജീലാനിയുടെ പേരിൽ എല്ലാം കടന്നു വന്നത് ആ സൂഫിസത്തിന്റെ ബാക്കി ഭാഗമാണ്. സൂഫികളുടെ നേതാക്കന്മാരായി അറിയപ്പെട്ടു പോന്ന സൂഫികൾ ഷെയ്ഖുൽ അക്ബർ എന്ന് പരിചയപ്പെടുത്തിയ ഇബ്നു അറബിയും അതേപോലെ അബൂ യസീദ് അൽ ബിസ്താമിയും പോലെയുള്ള പിഴച്ചുപോയ നിരീശ്വരവാദികൾ എന്നിവരെ മുസ്ലിം ലോകം അവരെ കുറിച്ച് പരാമർശിച്ച അത്തരം ശൈഖന്മാര് സംഗീത ഉപകരണങ്ങളെ മുഴുവൻ കൊണ്ടുവരികയും അതെല്ലാം ഇസ്ലാമിന്റെ പേരിൽ ഇബാദത്തിന്റെ മറവിൽ കൊണ്ടുവരികയും അങ്ങനെ പാടലും മുട്ടലും എല്ലാം ആരാധനയായി കുർബത്തായി കൊണ്ടുവരികയും ചെയ്തെങ്കിൽ അവർ തെളിവാക്കിയത് ഇത്തരം ഹദീസുകളെയായിരുന്നു. ആ ഹദീസിനെയാണിത് ആ സൂഫികളുടെ തൗഹീദ് ഏറ്റെടുത്ത ആളുകൾ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് എന്നത് അതൊരിക്കലും അതിശയമുള്ള കാര്യമല്ല. സൂഫികൾ പണ്ടുവന്ന തൗഹീദ് എന്താ? അഭൗതിക മാർഗത്തിൽ അല്ലാഹു അല്ലാത്തവർ സഹായിക്കുമെന്നാണ്. അഭൗതിക മാർഗത്തിൽ ജിന്നും മലക്കും സഹായിക്കുമെന്നാണ്. അഭൗതിക മാർഗത്തിന് മഹാന്മാർ സഹായിക്കുമെന്നാണ് സൂഫികൾ പറഞ്ഞു വെച്ചത്. മുജാഹിദ് പ്രസ്ഥാനം പ്രമാണം അടിസ്ഥാനമാക്കി, ഖുർആനും സുന്നത്തും അടിസ്ഥാനമാക്കി നാളിതുവരെയും സമൂഹത്തെ പഠിപ്പിച്ചത് ഇല്ല. അഭൗതിക മാർഗത്തിൽ അല്ലാഹു മാത്രമേ സഹായിക്കൂ, അല്ലാഹു മാത്രമേ ഉപകാരം ചെയ്യൂ, അല്ലാഹു മാത്രമേ ഉപദ്രവമേൽപ്പിക്കൂ എന്നാണ് മുജാഹിദ് പ്രസ്ഥാനം പ്രമാണം അടിസ്ഥാനമാക്കി നാളിതുവരെയും പഠിപ്പിച്ചത്. കേരളത്തിലാണെങ്കിലും അല്ല ലോകത്തെ ഏതു ഭാഗത്താണെങ്കിലും നമുക്ക് ആ സാമ്യത ആ അധ്യാപന രംഗത്ത് സലഫി ഉലമാക്കൾക്കിടയിൽ കാണാൻ സാധിക്കുന്നു. കെ.എം. മൗലവി റഹിമഹുല്ലാ മുജാഹിദ് പ്രസ്ഥാനത്തിന് ഒരു സംഘടനാ സംവിധാനം ഉണ്ടാക്കി കൊടുക്കാൻ മുമ്പിൽ നിന്ന നേതാവാണല്ലോ കെ.എം. മൗലവി റഹിമഹുല്ലാ. അദ്ദേഹത്തിന്റെ അദ്ദുആ വൽ ഇബാദ എന്ന അറബി മലയാളത്തിൽ എഴുതി കേരള ജംഇയ്യത്തുൽ ഉലമ പുറത്തിറക്കിയ പുസ്തകത്തിന്റെ 7ാമത്തെ പേജിൽ കെ.എം. മൗലവി റഹിമഹുല്ലാ അന്ന് രേഖപ്പെടുത്തി വെച്ചു 65 കൊല്ലങ്ങൾക്ക് മുമ്പ് കെ.എം. മൗലവി രേഖപ്പെടുത്തി വെച്ചു. ജിന്നാവട്ടെ മലക്കാവട്ടെ നബിയാകട്ടെ വലിയാകട്ടെ ഹയാത്തുള്ളവരാകട്ടെ മരിച്ചവരാകട്ടെ അവർക്കാർക്കും തന്നെ ആദിയായ സബബുകൾക്ക് അതീതമായ കഴിവുകൾ ഇല്ല എന്ന് കെ.എം. മൗലവി രേഖപ്പെടുത്തി വെച്ചു. സ്ക്രീനിൽ കാണാം നിങ്ങൾക്ക് ആ ഭാഗം. ആരാണെങ്കിലും ശരി, മരിച്ചവരാണെങ്കിലും ജീവിച്ചിരിപ്പുള്ളവരാണെങ്കിലും ജിന്നാണെങ്കിലും മലക്കാണെങ്കിലും ആരാണെങ്കിലും ശരി, ആദിയായ സബബുകൾക്ക് അപ്പുറമുള്ള കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ അഭൗതിക മാർഗത്തിലുള്ള കഴിവുകൾ ഒരൊറ്റ സൃഷ്ടിക്കുമില്ല. അത് അല്ലാഹുവിന് മാത്രമേയുള്ളൂ. അവിടുന്ന് ഇങ്ങോട്ട് കണ്ണൂർ അബ്ദുൽ ഖാദിർ മൗലവി അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടത്താണി സയ്യിദ് മൗലവി അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കെ ഉമർ മൗലവി അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുഹമ്മദ് അമാനി മൗലവി അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ കെ കുഞ്ഞീദ് മദനി അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എ.പി. അബ്ദുൽ ഖാദിർ മൗലവി പോലും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇക്കഴിഞ്ഞ കോഴിക്കോട് അണിഞ്ഞിലം സമ്മേളനത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ നവോത്ഥാനത്തിന്റെ 100 എന്ന പുസ്തകത്തിന്റെ 5ാമത്തെ പേജിൽ പോലും രേഖപ്പെടുത്തി വെച്ചു. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി മനുഷ്യ ജീവിതത്തിൽ ഇടപെടാൻ സാധിക്കുന്ന ഒരേ ഒരു ശക്തി പ്രപഞ്ചനാഥനായ അല്ലാഹു മാത്രമാണെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്ന് ആ പുസ്തകത്തിന്റെ 5ാമത്തെ പേജിലും രേഖപ്പെടുത്തി വെച്ചു. അതായിരുന്നു സൂഫികൾക്ക് മുജാഹിദ് പ്രസ്ഥാനം നൽകിയ മറുപടി. എന്നാൽ 2002 സൂഫികൾ തൗഹീദ് അബ്ദുസ്സലാം സുലൈമി ഏറ്റെടുത്തു. അവിടെയാണ് യഥാർത്ഥത്തിൽ ഈ ഹദീസുകളെല്ലാം ഇവർക്ക് തിരസ്കരിക്കേണ്ടി വന്നത്.
സൂഫികളിലേക്ക് എത്തിയതുമില്ല, ഇവിടുന്ന് വിടുകയും ചെയ്തു. അബ്ദുസ്സലാം സുല്ലമി അവിടെയാ മധ്യത്തിലാ നിന്നത്. പക്ഷെ ഇപ്പൊ ചില സുല്ലമിമാര് അതിനപ്പുറത്തേക്ക് കൂടി കടന്ന് പൂർണ്ണമായും അങ്ങോട്ടെത്തി എന്നതിന് മറ്റൊരു വശം. അതുകൊണ്ടാണല്ലോ നന്ദിപ്പള്ളിയും താക്കോലടക്കം അവിഹിതമായി ചില കേന്ദ്രങ്ങളിൽ കൊണ്ടുപോയി ഏൽപ്പിക്കുമെന്ന് പ്രഖ്യാപിക്കേണ്ടി വന്നത്. നമ്മളെ വിഷയം അതല്ല, പോട്ടെ. ഏതായിരുന്നാലും ശരി, സൂഫികളുടെ തൗഹീദ് എന്താ, ഹമീദ് ഫൈസി അമ്പലക്കടവ് പറഞ്ഞോട്ടെ, അവരെ വിശ്വാസം എന്താ എന്നുള്ളത്. ഇങ്ങനെ അവർ പറയാൻ കാരണം യഥാർത്ഥത്തിൽ സുന്നത്ത് ജമാഅത്തിനെ അംഗീകരിക്കുന്ന 14 നൂറ്റാണ്ട് കാലത്തെ മുസ്ലിം ജനകോടികൾ മുഴുവൻ മഹാത്മാക്കളിൽ നിന്ന് മറഞ്ഞ വഴിക്ക് ഗുണം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നവരാ. മഹാത്മാക്കളിൽ നിന്ന് അഭൗതികമായ നിലയ്ക്ക് സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നവരാ. മഹാത്മാക്കളിൽ നിന്ന് അദൃശ്യമായ നിലയിൽ സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നവരാ. മഹാത്മാക്കളിൽ നിന്ന് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഗുണം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നവരാ. അതെ, അപ്പൊ 1400 കൊല്ലത്ത് അഹ്ലുസുന്ന ഇങ്ങനെ വിശ്വസിക്കുന്നു എന്ന് പറയാനാ ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ അഹ്ലുസുന്നക്ക് ആ വിശ്വാസമില്ല. 114 കാലം ആ വിശ്വാസമില്ല. സൂഫികൾ ആ വിശ്വാസം കൊണ്ടുവന്നു. അതും ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷം. സൂഫിസം തുടങ്ങുന്നത് ഹിജ്റ 2-3 നൂറ്റാണ്ടുകളിൽ, സജീവമാകുന്നത് ഹിജ്റ 4, 5, 6 നൂറ്റാണ്ടുകളിൽ. അതിന് പിൽക്കാല പണ്ഡിതന്മാരാണ് ആ തരത്തിലേക്ക് അതിനെ വഴിമാറ്റിയത്. അവരാണ് ഇസ്തിഗാസ ന്യായീകരിച്ചത്. സുബിക്ക് പോലും ഇസ്തിഗാസ ന്യായീകരിച്ചില്ല, മറിച്ച് ഇസ്തിഗാസയെ തവസ്സുലാക്കി മാറ്റിയിട്ട് പറഞ്ഞൊപ്പിക്കാനാണ് സുബിക്ക് പോലും തന്റെ ശിഫാഉ സഖാം എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം ശ്രമിച്ചത് എന്ന് സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുകയാണ്. ഏതെങ്കിലും മുസ്ലിയാക്കന്മാർ മാറി നിന്ന് കേൾക്കുന്നുവെങ്കിൽ അവർക്ക് അതെങ്കിലും ഒരു വെളിച്ചമാകട്ടെ എന്നതുകൊണ്ട് മാത്രം. എന്നാൽ പിന്നീട് സൂഫികൾ പറഞ്ഞു, അഭൗതികമായി, സബബുകൾക്കതീതമായി, കാര്യകാല ബന്ധങ്ങൾക്കതീതമായി റബ്ബല്ലാത്തവർ സഹായിക്കുമെന്ന് പിന്നീട് പറയാൻ തുടങ്ങി. നമ്മുടെ നാട്ടിലെ സമസ്തക്കാർ അത് ഏറ്റെടുത്തു. അല്ലാഹു അല്ലാത്തവർക്ക് അഭൗതികത വകവെച്ചു കൊടുത്തപ്പോൾ അബ്ദുസ്സലാം സുല്ലമി ആകെ അമ്പരന്നു. ഇനിയിപ്പെന്താ ചെയ്യാ, ജിന്നും മലക്ക് അഭൗതിക എന്ന് പറഞ്ഞു വെച്ചു. അതേസമയം അഭൗതികമായ ഗുണദോഷം റബ്ബ് മാത്രമേ ചെയ്യൂ എന്നും പറഞ്ഞു. എങ്കിൽ പിന്നെന്താ പറയേണ്ടത്? ജിന്നും മലക്കും അഭൗതികാണ്, പക്ഷെ അവര് ഗുണവും ദോഷമൊന്നും ചെയ്യൂല. ജിന്നുകളും മലക്കളും മനുഷ്യർക്ക് ഉപകാരം ചെയ്യില്ല, ഉപദ്രവം ഏൽപ്പിക്കില്ല, അവർ അഭൗതികം തന്നെയാണ്. അപ്പോഴാണ് ചോദ്യം വന്നത്, അല്ല സുല്ലമി, അങ്ങനെയാണെങ്കിൽ സിഹ്ർ ചെയ്യുന്ന സാഹിറിനെ ശൈത്താൻ സഹായിക്കുന്നുവല്ലോ, അതിലൂടെ സിഹ്ർ ചെയ്യപ്പെടുന്ന മനുഷ്യന് ഉപദ്രവം ഉണ്ടാകുന്നുവല്ലോ, അത് അഭൗതിക മാർഗത്തിലാവണ്ടേ? അപ്പോഴാ അബ്ദുസ്സലാം സുല്ലമി പറഞ്ഞത്, എങ്കിൽ പിന്നെ സിഹ്റിൽ ശൈത്താനില്ല, സിഹ്റിന് യാഥാർത്ഥ്യമില്ല, സിഹ്ർ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയേണ്ടി വന്നത് അവിടെയാണ്. അപ്പൊ ചോദിച്ചു, ബുഖാരിയിലുണ്ടല്ലോ, മുസ്ലിമിലുണ്ടല്ലോ, 114 കാലം തർക്കമില്ലാതെ സ്വീകരിക്കപ്പെട്ടു പോകുന്നതാണല്ലോ, മുജാഹിദ് പ്രസ്ഥാനം കഴിഞ്ഞ 100 കൊല്ലം അത് അംഗീകരിച്ചു പോകുന്നതാണല്ലോ എന്ന് ചോദിച്ചപ്പോഴാ പിന്നെ അയാൾ പുതിയ ചില തത്വമുണ്ടാക്കി എടുത്തിട്ട് ഖബർ വാഹിദും ഖബറാഹിദും ഒക്കെ കൊണ്ടുവന്ന് അതിന്റെ മറവിൽ ഈ വക ഹദീസുകളെ മൊത്തം തള്ളാണ് ശ്രമങ്ങൾ കൊണ്ടുവന്നത്. അവിടെയാണ് ബുഖാരി ഇമാമിന്റെ വിശ്വാസത ചോദ്യം ചെയ്യപ്പെട്ടത്. അവിടെയാണ് ഇമാം മുസ്ലിമിന്റെ വിശ്വാസത ചോദ്യം ചെയ്യപ്പെട്ടത്. എന്നാൽ അഹ്ലുസുന്നക്ക് അത്തരം ഒരു ശൈലി പരിചയമില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. ഇമാം ബുഖാരിയെ, ഇമാം മുസ്ലിമിനെ അന്നത്തെ കാലത്തെ പണ്ഡിതന്മാരും ശേഷം വന്ന പണ്ഡിതന്മാരും ഒക്കെ പരാമർശിച്ച പ്രശംസാ വചനങ്ങൾ വായിച്ചാൽ തന്നെ യഥാർത്ഥത്തിൽ അതിന്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 1-2 ഉദാഹരണം മാത്രം ഞാൻ പറയാം. ഇമാം ബുഖാരിയെ കുറിച്ച് അന്നത്തെ പണ്ഡിതന്മാരെ പറയുന്നു, വഹുവ അഅലമു ബിൽ ഹദീസി മിൻ അഹ്മദ വ ഇസ്ഹാഖ വഗൈരിഹിമാ ബി20 ദറജ. ഇമാം അഹ്മദ് ഹംബലിനേക്കാളും അതേപോലെ ഇസ്ഹാഖ് റഹവിയേക്കാളും എല്ലാം 20 ഇരട്ടി ഹദീസിന്റെ വിഷയത്തിൽ ഇൽമുള്ളവരാണ് ഇമാം ബുഖാരി. എന്ന് മാത്രമല്ല, വമൻ ഖാല ഫീഹി ഷൈഅൻ, ഇമാം ബുഖാരിയെ കുറിച്ച് ആരെങ്കിലും വല്ല ആക്ഷേപവും പറഞ്ഞാൽ, ഇമാം ബുഖാരിയെ കുറിച്ച് ആരെങ്കിലും വല്ല ആക്ഷേപവും പറഞ്ഞാൽ ഫഅലൈഹി മിന്നി അൽഫ ലഅന, അവന് എന്റെ 1000 ശാപമെന്ന് പോലും പറഞ്ഞ പണ്ഡിതന്മാരെ ആ കാലഘട്ടങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്നിട്ട് അതിനെയാണ് യാതൊരു പ്രയാസവും കൂടാതെ മുഴുവൻ തള്ളിക്കളഞ്ഞത്. എന്തുകൊണ്ട് തള്ളേണ്ടി വന്നു? എന്തുകൊണ്ട് ഈ ഹദീസ് ഖുർആനെതിരായി ആണ് എന്ന് അവർക്ക് പറയേണ്ടി വന്നു? ഈ പിഴച്ച തൗഹീദ് അംഗീകരിച്ചപ്പോൾ. അബ്ദുസ്സലാം സുല്ലമി പറയട്ടെ, ജിന്നും മലക്ക് അഭൗതികാണോ അല്ലേ? അബ്ദുസ്സലാം സുല്ലമി പറഞ്ഞോട്ടെ. ജിന്നെ മലക്ക് ഞാൻ പറഞ്ഞു, ജിന്നും മലക്കും അദൃശ്യവും അഭൗതികവുമായ ശക്തികളാണ്.
നമ്മൾ പറഞ്ഞ തൗഹീദാണ് എന്ന് പറഞ്ഞിട്ടാണ് അയാൾ പരിചയപ്പെടുത്തിയത്. ജിന്നും മലക്കും അദൃശ്യവും അഭൗതികവുമാണ്. അവിടെയാണ് പ്രശ്നം വന്നത്, അവിടെയാണ് അസ്ല തെറ്റിയത്. KM മൗലവി പറഞ്ഞു, ജിന്നാവട്ടെ മലക്കാവട്ടെ ഹയാത്തുള്ളവരാകട്ടെ മരിച്ചവരാകട്ടെ സബബിനതീതമായ കഴിവുകൾ അവർക്കാർക്കുമില്ല, അള്ളാഹുവിനെ മാത്രമേയുള്ളൂ. അത് പറഞ്ഞപ്പോൾ KM മൗലവിക്ക് സിഹിർ പ്രശ്നമില്ല, സിഹിർ അംഗീകരിക്കാൻ പ്രയാസമുണ്ടായില്ല. എന്നാൽ അള്ളാഹു അല്ലാത്തവർക്ക് അദൃശ്യവും അഭൗതികവും വകവെച്ചു കൊടുത്തപ്പോഴോ സിഹിറിന്റെ ഹദീസ് എടുക്കാൻ പ്രയാസം. അപ്പൊ ഖുർആനെതിരാണ് എന്ന് കണ്ടുപിടിച്ചു, ജിന്നുബാധ ഖുർആനെതിരാണ് എന്ന് കണ്ടുപിടിച്ചു. ദജ്ജാൽ വന്നിട്ട് കാട്ടിക്കൂട്ടുന്ന കുറെ അത്ഭുത സംഭവങ്ങളെ ഹദീസിൽ പരാമർശിക്കുന്നുണ്ട്. അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നില്ല. കാരണം എന്താ, അതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അഭൗതിക കഴിവ് ദജ്ജാലിലുണ്ടെന്ന് പറയേണ്ടി വരൂലേ. അപ്പൊ എന്താ ചെയ്യാ, ദജ്ജാലില്ല എന്ന് പറയാ. ദുർവ്യാഖ്യാനിച്ചൊപ്പിച്ചു. എന്നിട്ട് പറഞ്ഞ് നേരത്തെ അബ്ദുൽ മാലിക് സലഫി വായിച്ചല്ലോ, അബ്ദുസ്സലാം സുലൈമെ വിമർശിക്കുന്നവര് പോലും മസീഹു ദജ്ജാലാണ് എന്ന രൂപത്തിലേക്ക് മാറ്റി മറിച്ചത്. അവിടെയാണ് സഹോദരന്മാരെ അബദ്ധം പറ്റിയത്. ആ സൂഫികളെ തൗഹീദ് സമസ്തക്കാരുടെ തൗഹീദ് അത് ഇവർ ഏറ്റെടുത്തു. അന്ന് എതിർത്തവർ അതിൽ ചില ആളുകൾ അവരെ കൂടെ പിന്നെ കൂടിക്കൊടുത്തു എന്നാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളുടെ ആകത്തുക. അന്ന് അവരെ എതിർത്തവർ അമീർ ഫൈസിയുടെ തലതിരിഞ്ഞ തൗഹീദിനെ വിമർശിക്കുകയും മടവൂർ സഹോദരന്മാരുടെ ആദർശ വ്യതിയാനങ്ങളെ നന്ദി ടൗണിൽ വന്ന് അതിനെ വിമർശിച്ചുകൊണ്ട് ഈ സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്ത അന്നത്തെ മുജാഹിദ് പ്രസ്ഥാനത്തെ പ്രഭാഷകരായിരുന്ന ഹനീഫ് കായിക്കൊടി ഇവിടുന്നാണല്ലോ പറഞ്ഞത്. അങ്ങനെ വല്ലതും കാണിക്കുകയാണെങ്കിൽ നന്ദിപ്പള്ളി പൂട്ടി ചാവി അവിടെ തരാം. അവസാനം കുറച്ച് കഴിഞ്ഞപ്പോ മൂപ്പര് പറയാ, ചാവി അവിടെ കൊടുക്കേണ്ടത് തന്നെയാണ്. കാരണം തൗഹീദ് അവരുടേതാ ശരി. സഹോദരന്മാരെ, പള്ളിയുടെ ചാവി കൈവശമുള്ളവർ ആത്മാർത്ഥമായി ആലോചിച്ചോ സംഘടനാപക്ഷമായി തങ്ങൾക്കപ്പുറത്ത് എന്താ സംഭവിച്ചത് എന്ന് ആത്മാർത്ഥമായി ചിന്തിച്ചോ. നമ്മൾ കേട്ടു ഹമീദ് ഫൈസി പറഞ്ഞത്, എന്ത് മഹാന്മാര് അല്ലാഹു അല്ലാത്തവര് അവരിൽ നിന്നൊക്കെ അഭൗതിക മാർഗത്തിന് ഗുണം കിട്ടും, സഹായം കിട്ടും എന്ന് വിശ്വസിക്കുന്നു എന്ന് ഹമീദ് ഫൈസി. ജിന്നും മലക്ക് അഭൗതികമാണ് എന്ന് അബ്ദുസ്സലാം സുല്ലമി. ഇനി അതുതന്നെ അബ്ദുറഹ്മാൻ സുല്ലമി മങ്കട, അദ്ദേഹം അതേ വാദം പറയുന്നു. ഇവയെല്ലാം ചെയ്യുന്ന ചെയ്തികളൊക്കെ, കിട്ടുന്ന സഹായങ്ങളൊക്കെ അദൃശ്യ മാർഗത്തിലെ സഹായമാണ്. പറയട്ടെ, ആജിന്റെ കഴിവ് അദൃശ്യമായ കഴിവാണ്, അഭൗതികമായ കഴിവാണ്. അതുകൊണ്ട് അദൃശ്യമായ ജിന്നിനോട് ആ ജിന്നിന്റെ കഴിവിൽപ്പെട്ടത് ചോദിക്കുന്നത് അദൃശ്യമായ രീതിയിലുള്ള ചോദ്യമാണ്, അഭൗതികമായ രീതിയിലുള്ള ചോദ്യമാണ്. അതുകൊണ്ടാണ് ജിന്നിന്റെ കഴിവിൽപ്പെട്ടത് ചോദിക്കുന്നതും ശിർക്കാണ് എന്ന് പറയുന്നത്. അപ്പൊ കണ്ടോ, ജിന്നിന്റെ കഴിവ്, ജിന്നിന് കിട്ടുന്ന സഹായങ്ങള് അതൊക്കെ അദൃശ്യമായ കഴിവാണ്. നമ്മൾ ഇത്രയും കാലം പഠിപ്പിച്ചതോ അദൃശ്യമായ കഴിവ് അള്ളാഹുവിന് മാത്രം. ഇപ്പൊ അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞു, അദൃശ്യമായ കഴിവാണ് ജിന്നിന്റെ കഴിവ് അദൃശ്യ കഴിവ്. സമസ്തക്കാര് പറഞ്ഞതോ ജിന്നിനും മലക്കിനും മഹാന്മാർക്കും അദൃശ്യമായ കഴിവുണ്ട്, അദൃശ്യഭാഗത്ത് സഹായിക്കാൻ കഴിയും. സൂഫികളുടെ വിശ്വാസം അത് തന്നെ. അഹ്ലുസുന്നയുടെ വിശ്വാസം കിതാബും സുന്നത്തും അടിസ്ഥാനമാക്കി മുജാഹിദ് പ്രസ്ഥാനം ഈ കാലം അത്രയും പഠിപ്പിച്ചതോ അദൃശ്യമായ കഴിവ് അള്ളാഹുവിന് മാത്രമേയുള്ളൂ, അവന്റെ പടപ്പുകളിൽ ആർക്കുമില്ല. ഇവിടെയാണ് സഹോദരന്മാരെ അട്ടിമറി നടക്കുന്നത്. ഇവിടേക്ക് എത്തിയപ്പോ യഥാർത്ഥത്തിൽ ശിർക്കാണ് സംഭവിച്ചത്. റഹ്മാനായ റബ്ബിന്റെ പല വിശേഷങ്ങളും റബ്ബല്ലാത്തവർക്ക് വകവെച്ചു കൊടുക്കുന്ന സാഹചര്യമുണ്ടായി. ഈ വിശ്വാസമുണ്ടായപ്പോൾ സമസ്തക്കാർക്ക് പറയാൻ പറ്റി, മഹാന്മാർ അള്ളാഹു കാണും പോലെ കാണും, അള്ളാഹു കേൾക്കും പോലെ കേൾക്കും, അള്ളാഹു സഹായിക്കും പോലെ സഹായിക്കും. എന്തുകൊണ്ട് അദൃശ്യ മാർഗത്തിൽ മഹാന്മാർ കഴിവുണ്ടെന്ന് വിശ്വസിച്ചു. ജിന്നിനും മലക്കും അദൃശ്യമായ കഴിവുണ്ടെന്നാലോ അടുത്ത ഭാവിയിൽ പറയേണ്ടി വരും, ജിന്നും മലക്കും അല്ല കാണും പോലെ കാണും, അല്ല കേൾക്കും പോലെ കേൾക്കും. അവിടെയും നിൽക്കില്ല. പറഞ്ഞു എവിടെ എത്തി? ഖലീൽ ബുഖാരി, ഇബ്രാഹിമുൽ ഖലീൽ ബുഖാരി
അദ്ദേഹം അവതാരിക എഴുതിക്കൊണ്ട് സമസ്തക്കാരെ പുറത്തിറക്കിയ മങ്കൂസ് മൗലിദിന്റെ പുതിയൊരു പരിഭാഷയുണ്ട് സഹോദരന്മാരെ. മങ്കൂസ് മൗലിദിന്റെ പരിഭാഷ അലി ഫൈസി എന്ന് പറയുന്ന AP വിഭാഗം സുന്നികളുടെ നേതാവ് എഴുതിയ മങ്കൂസ് മൗലിദിന്റെ പരിഭാഷ. ആരാ അവതാരിക? ഇബ്രാഹിമുൽ ഖലീൽ ബുഖാരി കടലുണ്ടി. അയാൾ അവതാരിക എഴുതി എന്ന് മാത്രമല്ല, അയാൾ അവതാരിക സന്ദേശം, ആ സന്ദേശത്തിൽ അയാൾ പറയുകയാണ്, ഈ ഉത്തമ കൃതി ഓരോ വിശ്വാസിയും വായിച്ചറിഞ്ഞിരിക്കേണ്ടതാണ്. ഓരോ വിശ്വാസിയും വായിച്ചറിഞ്ഞിരിക്കേണ്ട പുസ്തകമായി പരിചയപ്പെടുത്തിയ ഈ ബുക്കിന്റെ 60ാമത്തെ പേജിന് പച്ചയായി എഴുതി വെച്ചതെന്താ? ഒരു കോലം കൊടുത്തിട്ട്, ത്രികോണം കൊടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുതുകിലുള്ള പ്രവാചക മുദ്രയിൽ എഴുതി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വ്യാജമായി എഴുതി വിട്ടതെന്താ? നിങ്ങൾക്ക് കാണാം സ്ക്രീനിൽ എന്താ ഉള്ളത്, കണ്ടോ നിങ്ങൾ മേലെ? അല്ലാഹു ലാ വഹ്ദ, അല്ലാഹു ലാ വഹ്ദ, അല്ലാഹു ഏകനല്ല. പിന്നെയോ ശരീകുൻ ലഹു മുഹമ്മദുൻ, അല്ലാഹുവിന്റെ ശരീക്കാണ്, അല്ലാഹുവിന്റെ പങ്കുകാരനാണ് മുഹമ്മദ് നബി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കണ്ടോ സഹോദര, ജിന്നും മലക്കും മഹാന്മാരും അദൃശ്യമായ കഴിവുള്ളവരാണ് എന്ന്, അഭൗതികമായ കഴിവുള്ളവരാണ് എന്ന് പറഞ്ഞു വെച്ചപ്പോൾ അവസാനം എത്തിപ്പെട്ടത് എവിടെയാ? നമ്മൾ ഇത്രയും കാലം പറഞ്ഞത് ശിർക്കാണ്, ഇപ്പൊ പറഞ്ഞു ഞങ്ങളെ മുശ്രിക്കാക്കാണ്, ഞങ്ങളെ മേൽ ശിർക്ക് ആരോപിക്കുകയാണ്. എവിടെത്തി സഹോദര? അല്ലാഹു വഹ്ദഹു എന്ന് മുസ്ലിങ്ങൾ പറയുമ്പോൾ വഹ്ദഹു ലാ ശരീക ലഹു, അല്ലാഹു ഏകനാണ്, പങ്കുകാരില്ല എന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുമ്പോൾ ഇതാ സമസ്തക്കാരെ വിശ്വാസമായി പഠിപ്പിച്ചതോ അല്ലാഹു ലാ വഹ്ദ, അല്ലാഹു ഏകനല്ല. പിന്നെയോ ശരീകുൻ ലഹു മുഹമ്മദ്, അല്ലാഹുക്ക് ശരീക്കുണ്ട്, ആ ശരീക്കാരാ മുഹമ്മദുൻ അബ്ദുഹു വറസൂലുഹു, അല്ലാഹുവിന്റെ അടിമയും അല്ലാഹുവിന്റെ റസൂലുമായ മുഹമ്മദ് അല്ലാഹുവിന്റെ ശരീക്കാകുന്നു. നന്ദി ദാറുസ്സലാമിന്റെ ശബ്ദം കേൾക്കുന്ന ആളുകളോടും പള്ളി പൂട്ടി ചാവി കൊടുക്കാൻ ശ്രമിച്ച കായക്കൊടിയോടും പറയാനുള്ളത്, പള്ളി പൂട്ടി അവിടെയല്ല കൊടുക്കേണ്ടത്, ദാറുസ്സലാം പൂട്ടിയിട്ട് ആ ചാവിയും ഈ ചാവിയും കൂടെ മുജാഹിദീകളെ ഏൽപ്പിക്കുകയാണ് വേണ്ടത് സഹോദര. എന്നാൽ രക്ഷപ്പെടൂ. എല്ലാ പക്ഷപാതവും മാറ്റിവെച്ച് ആത്മാർത്ഥമായി ചിന്തിച്ചോ എവിടേക്കായി എത്തുന്നത്. അച്ചടിപ്പിശകല്ല ഇത്. കോളം വരച്ച് എഴുതി എന്നിട്ടോ കഴിഞ്ഞില്ല, പിന്നെ കൊടുത്തതെന്താ? വുളൂ ചെയ്ത് ആദരവോടെ രാവിലെയും വൈകുന്നേരവും യാത്രാ സമയങ്ങളിലും മറ്റും ഇതിലേക്ക് നോക്കുന്നതിലും ഇത് സൂക്ഷിക്കുന്നതിലും ധാരാളം നേട്ടങ്ങൾ ലഭിക്കും. വുളൂ ചെയ്ത് രാവിലെയും വൈകുന്നേരം ഇതിങ്ങനെ നോക്കിയാൽ ഒരുപാട് നേട്ടം കിട്ടും. ഇമാം തുർമുദി പറഞ്ഞ, ഏത് തുർമുദിയെ പറഞ്ഞു നമുക്കറിയില്ല, മുസ്ലിമീങ്ങൾക്ക് പരിചയമുള്ള ഇമാം തുർമുദിയുണ്ട്, അദ്ദേഹം അത് പറഞ്ഞിട്ടില്ല. ഈ രൂപത്തിൽ പച്ചയായ ശിർക്കിലേക്ക് അവരെത്തി. കാരണമെന്താ? അടിസ്ഥാനം പൊളിഞ്ഞു. ആ അടിസ്ഥാനമാണ് സഹോദരന്മാരെ ഇപ്പോൾ ഇവിടെ ചില ആളുകൾ പൊളിക്കാൻ ശ്രമിക്കുന്നത്. അവരുടെ പക്കലാണ് യഥാർത്ഥ KNM എന്ന്, യഥാർത്ഥ മുജാഹിദ് പ്രസ്ഥാനമെന്ന് തെറ്റിദ്ധരിച്ചവരുണ്ടെങ്കിൽ തിരിച്ചറിഞ്ഞോ? ഇല്ല കൂട്ടരെ, രക്ഷപ്പെടാവുന്ന മാർഗമല്ല. ഞാൻ പറയാൻ കാരണം, ഈ സൂഫികൾ തൗഹീദ് സ്വീകരിച്ചപ്പോഴാണ് സംഗീതവും ഹാർമോണിയും ഒക്കെ സൂഫികളിൽ നിന്ന് ഈ മടവൂർ വിഭാഗത്തിലേക്ക് ചേക്കേറിയത്. അത് പറയാനാണ് ഞാൻ പറഞ്ഞത്. ഇവർ കൊടുത്ത ഹദീസ് അതാ, പെരുന്നാൾ ദിവസവുമായി ബന്ധപ്പെട്ട ഹദീസ്. മുജാഹിദീങ്ങൾ കാലങ്ങളായി പെരുന്നാൾ ഖുത്ബയിൽ പരാമർശിക്കാറുള്ള ഒരുപാട് പുസ്തകങ്ങൾ എഴുതി വെച്ച, തർക്കമില്ല സ്വീകരിച്ചു പോരുന്ന ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ് എന്താ? അല്ലാഹുവിന്റെ റസൂല് പെരുന്നാൾ ദിവസം റസൂലുള്ളാഹിന്റെ പള്ളിയിൽ 2 കുട്ടികൾ വന്ന് പാട്ടുപാടിയ സംഭവം, അതേപോലെ അഭ്യാസ പയറ്റ് നടത്തിയ സംഭവം, അല്ലാഹുവിന്റെ റസൂലിന്റെ പത്നി ആയിഷ ബീവി അത് കണ്ടിരുന്ന സംഭവം, സുദീഖുൽ അക്ബർ വന്നിട്ട് ആക്ഷേപിച്ചുവല്ലോ, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്താണോ ഈ പൈശാചികമായ കുഴിലൂത്ത് നടത്തുന്നത് എന്ന് ചോദിച്ച സംഭവം. അബൂബക്കർ അവരെ വിട്ടേക്കുക. കാരണം എന്താ? എല്ലാ ജനതക്കും ഒരു ആഘോഷമുണ്ട്, ഇന്ന് നമ്മുടെ ആഘോഷമാകുന്നു. ഇതാണ് ഹദീസ്. ആ ഹദീസിൽ നിന്ന് തെളിവെടുത്തിട്ടാണ് എന്ത് ചെയ്യണത്? ഇപ്പൊ ഹാർമോണിയം ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്.
സംവാദത്തിന് പരാമർശിച്ച നമ്മൾ ചോദ്യം ചെയ്ത ഹാർമോണത്തെ ഹദീസ് എന്താ? നമ്മൾ നേരത്തെ കേട്ടു ജാഹിലിയ്യ കാലത്തുണ്ടായ സംഭവം അല്ലാഹുവിന്റെ റസൂൽ ആയിഷ ബീവിക്ക് പറഞ്ഞു കൊടുക്കുക. എന്തിന്? ഒരു നല്ല ഭാര്യയും നല്ല ഭർത്താവും അത് എങ്ങനെയാകണം എന്നതിന് അല്ലാഹുവിന്റെ റസൂൽ ആയിഷ ബീവിക്ക് ഒരു കഥ പറഞ്ഞു കൊടുക്കുക. അതാണ് സംഗതി. ഒരു കഥ പറഞ്ഞു കൊടുത്തു. അത് ഇമാം ബുഖാരി ഉദ്ധരിച്ചു. ആ കഥയിൽ റസൂൽ പറയാ 11 സ്ത്രീകൾ ഒരുമിച്ച് കൂടി. എന്നിട്ട് 11 സ്ത്രീകളും തീരുമാനിച്ചു നമ്മളെ ഭർത്താക്കന്മാര് എല്ലാ മേന്മയും എല്ലാ സ്വഭാവവും നമ്മൾ തുറന്നു പറയാം. അപ്പൊ ഓരോ പെണ്ണും ഓരോ ഭർത്താക്കന്മാരുടെ മേന്മ അങ്ങനെ പറയാൻ തുടങ്ങി. അതിന് 10ാമത്തെ പെണ്ണ് പറഞ്ഞു എന്റെ ഭർത്താവ് മാലിക്കാണ്. ആ മാലിക് എന്ന് പറഞ്ഞാല് നിങ്ങളെ 9 ആളെ ഭർത്താക്കന്മാരെക്കാളും വളരെ മുന്തിയ മനുഷ്യനാണ്. ധാരാളമായി സ്വതക്ക ചെയ്യുന്ന ആളാ. അതിഥികൾക്ക് അങ്ങേയറ്റം വാരിക്കോരി കൊടുക്കുന്ന ആളാ. എന്നിട്ട് പറഞ്ഞത് ആ ഭർത്താവിന്റെ കൊടുതിയെ പറ്റി പറഞ്ഞപ്പോഴാ പറഞ്ഞത് ഞങ്ങളെ വീട്ടില് ഒരുപാട് ഒട്ടകമുണ്ട്. ആ ഒട്ടകം വീടിന് സമീപത്താ കിട്ടുന്നത്. അതുകൊണ്ട് വീണയുടെ കുഴലൂത്തിന്റെ അല്ലെങ്കിൽ സംഗീത ഉപകരണങ്ങളുടെ ശബ്ദം കേട്ടാൽ ഒട്ടകങ്ങൾ ഉറപ്പിക്കും നമ്മളെ കഥ കഴിഞ്ഞു. അതെന്താ? അതിഥികൾ വന്നാല് അവിടെ പാട്ടും കൂത്തും മദ്യവും മാംസവും എല്ലാമാണ് ആ വീട്ടില്. അപ്പൊ ഈ കുഴലൂത്ത് കേട്ട ഒട്ടകത്തിന് ഉറപ്പായി വിരുന്നേര് വന്നിട്ടുണ്ട്, ഇനി നമ്മളെ ഇപ്പൊ കശാപ്പയ്യും എന്ന് ഒട്ടകത്തിന് മനസ്സിലാകുന്ന സംഭവം. ഈ കഥ പറഞ്ഞു കൊടുത്തിട്ട് റസൂൽ പറയാന്ത് ആയിഷ ആ പറഞ്ഞ ഭർത്താവിനെ പോലെ ആയിരിക്കും ഞാൻ നിനക്ക്, ആ പറഞ്ഞ ഭാര്യയെ പോലെ ആവണം നീ എനിക്ക്. ഇതാണ് ഇപ്പൊ ഹദീസിലുള്ളത്. അത് പാട്ടാടാനും കണ്ണുടിക്കാനും തെളിവല്ല. ഒരു നല്ല ഭർത്താവ് നല്ല ഭാര്യ അവരുടെ സ്വഭാവം പറഞ്ഞപ്പോ പണ്ട് കാലത്തുണ്ടായ ഒരു കഥ അല്ലാഹു റസൂൽ പറഞ്ഞു കൊടുത്തു. എന്നാൽ അതിൽ എന്താ മനസ്സിലാക്കിയത്? സ്വഹാബയുടെ വീട്ടിൽ വിരുന്നേരെന്നാല് ഒരു ഹാർമോണിയം കൊണ്ട് പാട്ട് പാടുമായിരുന്നു. എങ്ങനെയുണ്ട്? അതിനൊപ്പം തന്നെ ഉണ്ട് കള്ളും വിളമ്പി എന്നുള്ളത്. അതെന്തേ വായിക്കാതെ പോയത്? കള്ള് വിളമ്പിന്നുണ്ട്. അപ്പൊ സ്വഹാബികളല്ല ജാഹിലിയ്യ കാലത്തുണ്ടായിരുന്ന കഥ. അത് പിന്നെ പെണ്ണുങ്ങൾ വട്ടം കൂടിയിട്ട് ഓരിങ്ങനെ പരസ്പരം അയവിറക്കിയ സംഭവം. അത് അല്ലാഹുവിന്റെ റസൂൽ എന്ത് ചെയ്യാണ്? ആയിഷ ബീവിക്ക് ഇങ്ങനെ ഒരു കഥ പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെ ഒരു കഥ ഉണ്ടായി, 11 പെണ്ണുങ്ങളെ കൂടി ഇങ്ങനെ പറഞ്ഞു. അത് എടുത്തിട്ട് എന്ത് പറഞ്ഞത് കണ്ടോ? അപ്പൊ ഹാർമോണിയം കൊണ്ട് സ്വഹാബികള് പാട്ടുപാടി. കുരങ്ങ് വ്യഭിചരിച്ചിട്ട് എറിഞ്ഞു കൊന്നത് ഞാൻ കണ്ടു എന്ന് ഒരു താബിഈ പറഞ്ഞപ്പോ ഇതൊക്കെയല്ലേ ബുഖാരി, ഇതെങ്ങനെ അംഗീകരിക്കാൻ? സംഗീത ഉപകരണങ്ങളെ ഒച്ച കേട്ടപ്പോ ഒട്ടകത്തിന് മനസ്സിലായി അതിലുള്ളത്. അതിനൊരു കുഴപ്പമില്ല. താബിഈക്ക് മനസ്സിലായി അത് പ്രശ്നം. ഒരു താബിഈ കാണാ 2 കുരങ്ങൾ തമ്മിൽ ബന്ധപ്പെടുന്നു. കുറച്ചു കഴിഞ്ഞപ്പോ ഈ ബന്ധപ്പെട്ട കുരങ്ങിനെ മറ്റ് കുരങ്ങൾ കൂടി എറിഞ്ഞു കൊല്ലുന്നു. ഒരു താബിഈ കണ്ട രംഗം അദ്ദേഹം പറഞ്ഞതാ. അല്ല എറിഞ്ഞു കൊല്ലാന്ന് നിയമമുണ്ടെന്നോ അത് ചെയ്യാൻ നിർബന്ധമാണോ ഒന്നുമില്ല. അദ്ദേഹം കണ്ടൊരു കാഴ്ച അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം നോക്കിക്കുമ്പോ 2 കുരങ്ങന്മാര്, ഒരു ആൺകുരങ്ങും പെൺകുരങ്ങും ഒപ്പം കിടന്നുറങ്ങുന്നു. അവിടുന്ന് പെൺകുരങ്ങ് എണീറ്റ് മറ്റൊരു കുരങ്ങിന്റെ കൂടെ പോകുന്നു. അവർ തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. തിരിച്ചു വരുന്നു. ഈ ആൺകുരങ്ങ് പെൺകുരങ്ങിനെ ഒന്ന് മണത്തു നോക്കുന്നു. മറ്റൊരു കുരങ്ങിന്റെ സ്മെല്ല് കിട്ടുന്നു. ദേഷ്യം പിടിക്കുന്നു. മറ്റു കുരങ്ങൾ ഈ കുരങ്ങ് ശബ്ദമുണ്ടാക്കുന്നു. കുരങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് കൂടി ഈ കുരങ്ങനെ എറിഞ്ഞു കൊല്ലുന്നു. ഇദ്ദേഹം കണ്ടൊരു രംഗം. അദ്ദേഹം കണ്ടിട്ടില്ല നമുക്ക് പറയാൻ പറ്റും. അദ്ദേഹം കണ്ടൊരു രംഗാണ്. അതിന് ഈ വ്യഭിചരിച്ചുകൊണ്ടാണ് എറിഞ്ഞു കൊന്നത് ആവണമെന്നില്ല. ധാരാളം വ്യാഖ്യാനങ്ങൾ പണ്ഡിതന്മാർ നൽകിയിട്ടുണ്ട്. അദ്ദേഹം കണ്ടൊരു കാഴ്ച അദ്ദേഹം പറഞ്ഞു. അത് ഇമാം ബുഖാരി ഒരു സംഭവം വിശദീകരിക്കുമ്പോൾ ഒരു അനുബന്ധ കഥയായി, അനുബന്ധ സംഭവമായി അവിടെ എടുത്തു കൊടുത്തു. എന്നിട്ടാണ് ഇതല്ലേ സ്വഹീഹ് ബുഖാരി കുരങ്ങനെ വ്യഭിചരിച്ചിട്ട് എറിഞ്ഞു കൊല്ലണമെന്ന് പറഞ്ഞ കിതാബല്ലേ എന്ന് പറഞ്ഞിട്ടാ പരിഹസിക്കുന്നത്. ഇവിടെയോ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് സംഗീത ഉപകരണ ശബ്ദം കേട്ടാൽ ഒട്ടകത്തിന് ഉറപ്പാകും ഞങ്ങൾ നാശമെടുത്തു. എങ്ങനെ ഇപ്പൊ ഒട്ടകത്തിന് ഉറപ്പാകുക? അതൊക്കെ ബുദ്ധി കൊള്ളും. മറ്റതോ അത് ബുദ്ധി കൊള്ളൂല. അതാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞത്. സ്വഹീഹ് ഒരു ഹദീസ് കിട്ടിയാൽ സ്വഹീഹാണോ അല്ലേ എന്ന് നമുക്ക് പരിശോധിക്കാം. സ്വഹീഹാണ് എന്ന് ബോധ്യമായി കഴിഞ്ഞിട്ട് ആ ഹദീസ് പിന്നെ ബുദ്ധി കൊള്ളുന്നില്ലെങ്കിൽ അയാളെ ബുദ്ധിക്ക് എന്തോ കുഴപ്പമുണ്ട് മനസ്സിലാക്കിയാൽ മതി. ഹദീസിന്റെ കുഴപ്പമില്ല. അപ്പൊ ഈ രൂപത്തിലെ വിമർശനം. എന്നിട്ട് ഈ ഹദീസ് എടുക്കുക. അതാ നോട്ടീസിലുള്ളത്. ഈ ഹദീസ് ഇത് എന്താ തെളിവെന്നറിയോ?
ഇതിന് CP സലാഹുദ്ദീൻ സലാഹി മുത്തഫഖുൻ അലൈഹിക്ക് പരിഭാഷ എഴുതിയിട്ടുണ്ട്. ആ പരിഭാഷയിൽ ഈ ഹദീസ് കൊടുത്തപ്പോൾ അതിൽ ഹാർമോണിയം എന്നൊരു വാക്കുണ്ട്. അതാണ് പോലപ്പെടുത്തം. കിട്ടിപ്പോയി. അപ്പൊ ഒരാഴ്ച തപ്പണ് ബുക്ക് ഫുള്ള് എവിടെങ്കിലും ഒരു ഹാർമോണിയം ഉണ്ടോന്ന്. അങ്ങനെ കിട്ടി. അപ്പൊ എന്താ സംഗതി ഞാൻ വായിച്ചല്ല. ഇതില് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ അടുക്കൽ വന്നു. എന്റെ അടുത്ത് ബുആസ് യുദ്ധത്തെ കുറിച്ച് പാട്ടുപാടുന്ന അയൽവാസികളായ 2 പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം ഒരു ഭാഗത്തേക്ക് തിരിച്ച് വിരിപ്പിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു അവിടെ പ്രവേശിച്ചു. അങ്ങനെ എന്നെ അദ്ദേഹം ഭയപ്പെടുത്തി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്താണോ പിശാചിന്റെ ഹാർമോണിയം എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ഇതാണ് ഒരു പ്രസക്തമായ ഒരു ഉദ്ദേശ ഭാഗം. അപ്പൊ ഇവര് മനസ്സിലാക്കി എന്താ, ഈ 2 പെൺകുട്ടികള് റസൂലുള്ളാഹിന്റെ വീട്ടിൽ നിന്ന് ഹാർമോണിയം കൊണ്ട് ഇങ്ങനെ പാടുകയാണ്. സാധാരണ പ്രയോഗം. സാധാരണ ചില മനുഷ്യന്മാർ എന്തെങ്കിലും ഏർപ്പെട്ട് നമ്മൾ പറയും, അതിന്റെ അടുപ്പിലെ പരിപാടി ഇവിടെ വേണ്ട അറിയും. കണ്ടോ അവിടെ അടുപ്പിലെന്തോ പരിപാടി എടുക്കേണ്ടി അറിയോ. അത്രേതുള്ളൂ. 2 പെൺകുട്ടികൾ പാട്ട് പാടുക. പ്രായപൂർത്തി എത്താത്ത ചെറിയ 2 പെൺകുട്ടികൾ. അതും ആയിഷ ബീവി പ്രത്യേകം പറയുന്നുണ്ട്, അവർ ഗായികമാരല്ല. വിരോധിക്കപ്പെട്ട പാട്ട് പാടുന്നവരല്ല. ഓര് പണ്ട് ഔസ് ഖസ്റജ് ഗോത്രങ്ങൾ തമ്മിൽ ഉണ്ടായ ഒരു യുദ്ധം, ആ യുദ്ധവുമായി ബന്ധപ്പെട്ട അന്നത്തെ ചില സംഭവ വികാസങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു പാട്ടിങ്ങനെ പാടുക. അല്ലാഹുവിന്റെ റസൂൽ പുതപ്പിട്ട് മൂടി അവിടെ കിടക്കുന്നു. അപ്പോഴാ സിദ്ദീഖുൽ അക്ബർ കടന്നു വരുന്നത്. സിദ്ദീഖ് വരുമ്പോ നബി കിടക്കുന്നുണ്ട്, ആയിഷ ബീവി അവിടെ ഇരിക്കുന്നുണ്ട്, 2 ചെറിയ പെൺകുട്ടികൾ ഇങ്ങനെ പാട്ടും പാടുന്നുണ്ട്. അപ്പൊ സിദ്ദീഖ് ചോദിച്ച ചോദ്യ, റസൂലുള്ളാഹിന്റെ അടുത്താണോ ശൈത്താന്റെ കൊഴലൂത്ത്? അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലാണോ പിശാചിന്റെ കൊഴലൂത്ത് അല്ലെങ്കിൽ പിശാചിന്റെ ഹാർമോണിയം? അങ്ങനെ തന്നെ വെച്ചോളി. മിസ്മാർത്ത് എല്ലാത്തിനും പറയാം, ഹാർമോണിയത്തിനും പറയാ, കൊഴലൂത്തിനും പറയാ, വീണക്കും പറയാ, നല്ല ശബ്ദത്തിനും പറയാ, ഉറക്കപ്പാടിയാലും പറയാ, നല്ല പാട്ടിനും പറയാ, എല്ലാത്തിനും പറയാം. എല്ലാത്തിനും ഉപയോഗിക്കുന്ന വാക്കാത്. സിദ്ദീഖ് മനസ്സിലാക്കുന്ന പല വ്യാഖ്യാനങ്ങൾ ഫത്ഹുൽ ബാരി കാണാം. ഒന്നുകിൽ അള്ളാഹിന്റെ റസൂലാണ് ഉറങ്ങിക്കെടുക്കുകയാണ് എന്ന് സിദ്ദീഖ് മനസ്സിലാക്കി. അപ്പൊ നബി അറിയാതെ, നബിയുടെ അംഗീകാരമില്ലാതെയാണോ ഇവിടെ നടക്കുന്നത്? ഇത് വിലക്കപ്പെട്ട പാട്ടാകുമോ എന്ന ആശങ്ക കൊണ്ടാണ് സിദ്ദീഖ് ആ ചോദ്യം. എന്നിട്ട് ഫത്ഹുൽ ബാരി പറയാ, ഇതൊരിക്കലും വിലക്കപ്പെട്ട പാട്ടായിരുന്നില്ല. ഇതൊരിക്കലും വിലക്കപ്പെട്ട പാട്ടായിരുന്നില്ല. അത് തെളിവാണ്. എന്ത്? ആയിഷ ബീവി പറഞ്ഞ വാക്ക് വലൈസതാ ബിമുഗന്നിയതൈൻ എന്ന വാക്ക് തന്നെ അത് മനസ്സിലാക്കാം. എന്നിട്ട് ഫത്ഹുൽ ബാരിയിൽ ഇമാം അസ്ഖലാനി പറയാ, വസ്തദല്ല ജമാഅത്തു മിനസ് സൂഫിയ്യ അലാ ഇബാഹത്തിൽ ഗിനായി വസമാഇഹി ബിആലത്തിൻ വബിഗൈരി ആലത്തിൻ വഖദ് ഇസ്തദല്ല ജമാഅത്തു മിനസ് സൂഫിയ്യ. ഒരു സംഘം സൂഫിയാക്കൾ തെളിവാക്കിയിരിക്കുന്നു ബിഹദീസിൽ ബാബി, ഈ അധ്യായത്തിലെ ഈ ഹദീസ് എടുത്തുകൊണ്ട് ഒരു സംഘം സൂഫിയാക്കൾ തെളിവാക്കിയിരിക്കുന്നു. എന്തിന്? അലാ ഇബാഹത്തിൽ ഗിനായി, സംഗീതം അനുവദനീയമാണെന്ന് പറയാൻ. സംഗീതം അനുവദനീയമാണെന്ന് പറയാൻ ഈ ഹദീസിനെ സൂഫികൾ തെളിവാക്കിയിരിക്കുന്നു. വസമാഇഹി, സംഗീതം കേൾക്കൽ അനുവദനീയമാണെന്ന് പറയാനും, ബി ആലത്തിൻ, ഉപകരണം ഉപയോഗിച്ചുകൊണ്ട്, വബി ഗൈരി ആലത്തിൻ, ഉപകരണം ഉപയോഗിക്കാതെയും. ഉപകരണത്തോടുകൂടിയും ഉപകരണമില്ലാതെയുമൊക്കെ സംഗീതം അനുവദനീയമാണെന്നും അത് കേൾക്കാൻ പറ്റുമെന്നും പറയാൻ സൂഫികൾ തെളിവാക്കിയിട്ടുണ്ട്. എന്നാൽ വയക്ഫി ഫീ റദ്ദി ദാലിക തസ്രീഹു ആയിഷ ഫിൽ ഹദീസ് അല്ലദീ ഫിൽ ബാബി ബഅദഹു ബിഖൗലിഹാ ലൈസത് ബിമുഗന്നിയതൈനി. ആയിഷ ബീവി പറഞ്ഞ ആ വാക്ക് തന്നെ മതി അവർക്ക് മറുപടി. ആയിഷ ബീവി പറഞ്ഞ വാക്ക് തന്നെ മതി അവർക്ക് മറുപടി എന്ന് ഇമാം അസ്ഖലാനി വിശദീകരിക്കുകയാണ്. എന്നിട്ട് പറയാ, വലാ യൽസമു മിൻ ഇബാഹത്തിൽ ദർബി ബിദ്ദുഫി ഫിൽ ഉർസി വനഹ്വിഹി ഇബാഹത്തു ഗൈരിഹി മിൻ ആലാതി കൽ ഊദി വനഹ്വിഹി. കല്യാണത്തിന് ദഫ് മുട്ടൽ അനുവദനീയമാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ മറ്റ് സംഗീത ഉപകരണങ്ങൾ അനുവദനീയമാണെന്ന് പറയാൻ ഒരിക്കലും ന്യായമില്ല. എവിടെ? ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ. ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞതാ. എന്നിട്ട് ഇവർക്ക് എന്താ തെളിവ്?
ഇവർക്കുള്ള തെളിവ് ഇതിന് പരിഭാഷ ഇനിയിപ്പോ സുദീഖുലൊക്കെ പറഞ്ഞ ചോദ്യം പറഞ്ഞപ്പോ അവിടെ സലാഹുദ്ദീൻ സ്വലാഹി കൊടുത്ത വാക്കെന്താ? റസൂലുള്ളാഹിന്റെ അടുത്താണോ ശൈത്താന്റെ ഹാർമോണിയം? അപ്പൊ ശൈത്താന്റെ ഹാർമോണിയം പറ്റുന്ന അഭിപ്രായം ആണോ? അപ്പൊ ഇതും പൈശാചികമാണ് സുദീഖുലൊക്കെ മനസ്സിലാക്കി. അപ്പൊ നബി ഞങ്ങൾ പറഞ്ഞു വേണ്ട, അത് പ്രശ്നമല്ല, ഓല പാടിയ പാട്ട് കുഴപ്പമുള്ള പാട്ടല്ല, അത് ശൈത്താന്റെ ഹാർമോണിയല്ല, അത് പ്രശ്നമുള്ള കാര്യമല്ല, ദഅഹുമായ അബൂബക്കർ. അല്ലാതെ പെരുന്നാളല്ലേ ശൈത്താന്റെ ഹാർമോണിയം പാടിക്കോട്ടെ എന്നല്ല. അപ്പൊ ഹാർമോണിയം ശൈത്താനായിട്ടാ സുദീഖുലൊക്കെ മനസ്സിലാക്കിയത്. ഓരോ ഹാർമോണിയം ഉപയോഗിച്ചിട്ടുമില്ല, ഒരു ഉപകരണവുമില്ല. ഓരോ മുൻഗാമികളായ ആളുകള് ജാഹിലിയ്യ കാലത്ത് ഔസ് ഖസ്റജ് ഗോത്രങ്ങൾ തമ്മിൽ ബുആസിൽ വെച്ച് നടന്ന യുദ്ധം, അത് ഓല ചരിത്രത്തിൽ വലിയ അറിയപ്പെട്ട യുദ്ധം. ഓർക്ക് ഒരുപാട് ഓർമ്മ ബാക്കിയുള്ള യുദ്ധമാണ്. ആ ഓർമ്മ ഉൾക്കൊള്ളുന്ന പാട്ട് ഓരിങ്ങനെ പാടില്ല പെരുന്നാൾക്ക്. ഇതും കൂടി പാടില്ല എന്ന് സിദ്ദീഖ് അക്ബർ മനസ്സിലാക്കിയപ്പോ ഇല്ല അബൂബക്കർ, അത് വിട്ടേക്ക്, അത് പ്രശ്നമുള്ളതല്ല ഇത് നബി പറഞ്ഞു. എന്നിട്ട് ഇതിന് താഴെ തന്നെ ഉണ്ട്, ഇവര് കൊടുത്ത കത്ത് തന്നെ, ഇവര് കൊടുത്ത നോട്ടീസ് തന്നെ അടിയിൽ അടിക്കുറിപ്പ് എന്താ? വ്യാഖ്യാനം: പെരുന്നാൾ ദിവസങ്ങളിൽ അള്ളാഹു വിലക്കാത്ത വിനോദങ്ങൾ പരിധി ലംഘിക്കാത്ത വിധം ഏർപ്പെടാമെന്ന് ഈ സംഭവങ്ങൾ പഠിപ്പിക്കുന്നു. അവിടെ തന്നെ ഉണ്ട്. പെരുന്നാൾ ദിവസങ്ങളിൽ അള്ളാഹു വിലക്കാത്ത വിനോദങ്ങൾ, അത് മടവൂരാൾക്ക് സിനിമയെ പറ്റിയല്ല പറഞ്ഞത്. ആ വിനോദങ്ങൾ തന്നെ പരിധി ലംഘിക്കാതെ, അനുവദിക്കപ്പെട്ട വിനോദം പോലും പരിധി ലംഘിച്ചാൽ അതും പാടില്ല. അപ്പൊ യഥാർത്ഥത്തിന് സൂഫികളുടെ തത്വത്തിലേക്കാണ് തൗഹീദിൽ മാത്രമല്ല അല്ലാത്തിലും പോയത് എന്നർത്ഥം. എന്നിട്ട് പറഞ്ഞു ഇപ്പൊ ഇവിടെ അവസാനം പറഞ്ഞ എന്താ അറിയോ? അവസാനം പറഞ്ഞ് ചിലപ്പോ 2 മണിക്കൂർ വഴുത് പറഞ്ഞേക്കാളും നല്ലത് ഒരു 5 മിനിറ്റ് പാട്ട് പാടുന്നതായിരിക്കും. കേട്ടോളൂ നിങ്ങളെ കളിപ്പ്. പ്രബോധനത്തിന്റെ മാധ്യമം മറിച്ച് ഈ ദഅവത്ത് നടത്തുമ്പോൾ ഒരു 2 മണിക്കൂർ തൗഹീദ് പ്രഭാഷണം നടത്തുന്നതിനേക്കാൾ കൂടുതൽ ഒരു 5 മിനിറ്റ് മ്യൂസിക് ഉപയോഗിച്ചിട്ട് തൗഹീദ് ഗാനങ്ങൾ പാടിയാൽ എഫക്റ്റീവ് ആവും. അതുകൊണ്ട് വമ്പിച്ച പ്രതികരണം സമൂഹത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പൊ 2 മണിക്കൂർ തൗഹീദ് പ്രഭാഷണത്തെക്കാളും സ്വാധീനം ഒരു മ്യൂസിക് ഉപയോഗിച്ച് പാട്ട് പാടേണ്ട. അതുകൊണ്ടായിരിക്കാം ഓരോ സമ്മേളനത്തിൽ 52 പാട്ട് പാടിയത്. സമ്മേളനത്തിൽ 52 പാട്ട് സ്വാധീനം ഉണ്ടാകാൻ വേണ്ടി. അതിന് സ്വാധീനം ഉണ്ടായിട്ടുണ്ടാവും. എത്ര സ്വാധീനം എന്നറിയോ? മഴ പെയ്താൽ പുല്ല് മുളക്കും പോലെ സംഗീതം കൊണ്ട് കൽബിൽ കാപ്പട്യം മുളക്കുമെന്നാണ് മുൻഗാമികൾ പഠിപ്പിച്ചത്. നിഫാഖ് ഉണ്ടാകും, അതാ സ്വാധീനം, അതാ സംഗീതത്തിന്റെ സ്വാധീനം. കാപ്പട്യം മുളക്കും കൽബിന്. ഇമാം മാലിക് ഇസ്ലാമിക രാജ്യത്ത് ഫത്വ കൊടുത്തത് സംഗീതം പതിവാക്കിയ ഒരാളെ അറസ്റ്റ് ചെയ്യണം എന്നാണ്. സംഗീതം പതിവാക്കിയ ആളെ അറസ്റ്റ് ചെയ്യണം എന്ന് ഇമാം മാലിക് റഹിമഹുല്ലാഹ് പഠിപ്പിക്കുന്നു. ഇമാം ഷാഫി പറഞ്ഞു, അയൽവാസിയുടെ വീട്ടിൽ നിന്ന് സംഗീതം കേട്ടാൽ തടയാൻ വേണ്ടി കയറി ചെല്ലാൻ അവന്റെ അനുവാദം പോലും ആവശ്യമില്ല. ഒരാളെ വീട്ടിൽ കയറി ചെല്ലാൻ അനുവാദം വേണം. ഇത് പാടില്ല എന്ന് പറയാൻ അനുവാദമില്ലാതെ കയറി ചെല്ലാം എന്ന് ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പഠിപ്പിക്കുന്നു. എത്രയാണ് പണ്ഡിതന്മാർ അതേ കുറിച്ച് പറഞ്ഞത്? എന്നിട്ട് പറയാ 2 മണിക്കൂർ തൗഹീദ് പറഞ്ഞേക്കാളും നല്ലത് ഒരു മ്യൂസിക് ഉപയോഗിച്ചുള്ള പാട്ടാണ്. ഇതുകൊണ്ട് ജമാഅത്തരും പറഞ്ഞു. ജമാഅത്തിൽ പറഞ്ഞു പറഞ്ഞ അവസരം ഓല് പറഞ്ഞതെന്ന് വെച്ചാൽ ഇനി ഒരു വേദഗ്രന്ഥം ഉണ്ടാവുകയാണെങ്കിൽ അത് സംഗീതമായിരിക്കും. മാത്രവുമല്ല ഇനി ഒരു നബി വരികയാണെങ്കിൽ ആ നബി ആവാൻ സാധ്യത എന്താ ചങ്ങായിന്റെ പേര്? മൈക്കൽ ജാക്സൺ. ഈ നബി വരികയാണെങ്കിൽ അതിലാവാൻ സാധ്യത മൈക്കൽ ജാക്സൺ ആണ്. അത്ര ജമാഅത്തിൽ ഹുക്കൂമത്തെ ഇലാഹിയാണല്ലോ. ഇതിപ്പോ അവിടുക്കാ പോക്ക്. അപ്പൊ ഇനി നമുക്ക് പ്രതീക്ഷിക്കാം അടുത്ത ഖണ്ഡനം ചിലപ്പോ പാട്ടേക്കും. ഇവിടെ 2ാം ഖണ്ഡനം നടക്കുമ്പോ സലാം സലമി ഹാർമോണിയം കൊണ്ട്, അതേപോലെ CP മുസ്ലിമിന് വീണയും കൊണ്ട്, കരിമ്പിലാക്കിന് പിന്നെ ഏതായാലും ഗായകനാണ് താനും. പണ്ട് പാടിയ പാട്ട് നമ്മൾ കേട്ടതാണ്. പക്ഷെ പണ്ട് ആ ക്ലിപ്പ് ഇട്ടോന് ഇപ്പൊ കരിമ്പിലാക്കിന് ഒപ്പാന്നുള്ളൂ. അപ്പൊ ഏതായാലും അങ്ങനത്തെ ഖണ്ഡനാണെങ്കിൽ ഞങ്ങൾ ആ നിലക്ക് പ്രതികരിക്കാനില്ല. ഞങ്ങൾ അപ്പോഴും ഈ തൗഹീദായതേ പറയുള്ളൂ. ഓരോ പക്ഷെ ഇങ്ങനെ ഒപ്പിച്ചുകൂടെയില്ല. ഇനിയൊരു സലഫി ഗാനമേള, സലഫി ഫെസ്റ്റൊക്കെ നടത്തി പരിചയമുള്ള ആണല്ലോ.
ആവട്ടെ. അപ്പൊ ഏതായിരുന്നാലും ഇത്ര ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ നിന്ന് പോലും ബഹുദൂരം പിറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് അവസാനം സംവാദത്തിലും ശേഷമുള്ള വിശദീകരണത്തിലും അലിമദിനൊക്കെ പറഞ്ഞ എന്താ അറിയോ, ആയിഷാ ബി ഉമർ ഖത്താബൊക്കെ പറഞ്ഞിട്ടുണ്ട് ഹസ്ബുക്കുമുൽ ഖുർആൻ, ഖുർആന് മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഹദീസ് തന്നെ വേണ്ട എന്നിടത്തേക്ക് പോക്ക്. കാരണം എന്താ, വിശ്വാസ കാര്യങ്ങൾക്കാണെങ്കിൽ ആഹായത് പറ്റൂല, മുത്തവാത്തിരേ പറ്റൂ. അത് നേരത്തെ വിശദീകരിച്ചു. ആകെ 100ഓളം ഹദീസേ കിട്ടുള്ളൂ, ബാക്കിയൊക്കെ ഒഴിവാക്കണം. ഇനിയിപ്പോ ലക്ഷക്കണക്കിന് ഒഴിവാക്കി 100 ഹദീസ് മാത്രം ബാക്കി, എന്തിനാ അതും കൂടി അത് ഒഴിവാക്കുക? അതാണ് ചെയ്യേണ്ടതിനും പറ്റിയത്. ആദ്യം പറഞ്ഞ അബൂ ഹുറൈറയുടെ പറ്റൂല, ഖബറാഹായത് പറ്റൂല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് സൈഡാക്കിയപ്പോ പിന്നെ അവസാനം കുറച്ചേ ഉള്ളൂ. അത് പിന്നെ അത്ര അത്യാവശ്യമുള്ളതല്ല. എടുത്താലും എടുത്തില്ലെങ്കിലും വലിയൊരു കുഴപ്പമില്ലാതാനും അങ്ങോട്ടാ അദ്ദേഹം എത്തിയത്. അവിടെയൊക്കെ പോണത് ഉമർ ഖത്താബ് പറഞ്ഞത്രേ ഖുർആന് മദീൻ. എവിടെയാ പറഞ്ഞത്? ഉമർ ഖത്താബ് പറഞ്ഞു ഖുർആന് മദീൻ, ഹദീസ് വേണ്ടാന്ന്. ഖുർആനെതിരായ ഹദീസ് വന്നാൽ ഹദീസ് തള്ളണമെന്ന് പറഞ്ഞു. ഖുർആനെതിരായിട്ട് ഹദീസ് വരിക തന്നെ ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആളാ ഉമർ ഖത്താബ്. റസൂല വല്ലതും പറഞ്ഞിട്ടാൽ അപ്പസമീനാവാത്തോയിന എന്ന് പറഞ്ഞ ആളാ ഉമർ ഖത്താബ്. നബി ഞാൻ നോക്കട്ടെ ഇറങ്ങിയ ആയത്തൊക്കെ പാടൊന്ന് പരിശോധിച്ചിട്ട് നിങ്ങൾ ഈ പറഞ്ഞതും ആയത്തും നമ്മൾ ഒക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വിശ്വസിക്കൊള്ളൂ എന്ന് ഉമർ ഖത്താബ് പഠിപ്പിച്ചിട്ടില്ല. സംഭവം എന്താണെന്നറിയോ? അതും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരാള് ഒരു മയ്യത്തിന് വേണ്ടി അഹ്ലികാരും കരഞ്ഞാൽ മയ്യത്ത് ശിക്ഷിക്കപ്പെടും എന്നൊരു ഹദീസിലുണ്ട്. ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിച്ച ഹദീസാണ്. മയ്യത്തിന് വേണ്ടി അതിന്റെ കുടുംബങ്ങൾ കരഞ്ഞാൽ മയ്യത്ത് ശിക്ഷിക്കപ്പെടും. ഉമർ ഖത്താബ് റളിയല്ലാഹു കുത്തേറ്റ് വീണപ്പോൾ സുഹൈബ് റളിയല്ലാഹു വന്നിട്ട് കരയാൻ തുടങ്ങി. വാഹാ എന്റെ സഹോദരാ എന്ന് പറഞ്ഞുകൊണ്ട് കരയാൻ തുടങ്ങി. അപ്പൊ ഉമർ ഖത്താബ് ചോദിച്ചു, മയ്യത്ത് ഇത്തരം കരച്ചിലിന്റെ പേരിൽ ശിക്ഷിക്കപ്പെടുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടില്ലേ എന്ന് ഉമർ ഖത്താബ് തിരിച്ചു ചോദിച്ചു. ഈ സംഭവം ഉമർ ഖത്താബിന്റെ വഫാത്തിന് ശേഷം ആയിഷാ ബീവിയോട് പറഞ്ഞു, ഉമർ ഖത്താബ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആയിഷാ ബീവി പറഞ്ഞു, റഹിമല്ലാഹു ഉമർ, അല്ലാഹു തആല ഉമർ ഖത്താബിന് റഹ്മത്ത് ചെയ്യട്ടെ. അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെയല്ല പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് അഹ്ലുകാരെ കുടുംബങ്ങൾ കരഞ്ഞാൽ കാഫിറിന് ശിക്ഷ ഉണ്ടാകുമെന്നാണ് റസൂൽ പറഞ്ഞത്. ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ വലാ തസ്റു വാസ്റത്തും ബിസ്റ ഉഖ്റാ എന്നാണ് ആയിഷാ ബീവി പറഞ്ഞത്. അപ്പൊ ഈ ഹദീസ് ഖുർആനെതിരെ അത് എടുക്കാൻ പാടില്ല എന്നല്ല, മറിച്ച് ആ ഹദീസിൽ നിന്ന് ആയിഷാ ബീവി മനസ്സിലാക്കിയത് അങ്ങനെയാ. കാരണം റസൂൽ പറയുന്നത് എപ്പോഴാ? ജൂതയായ പെണ്ണിന്റെ ഖബറിനരികെ നബി തങ്ങൾ നടന്നുപോയി. അവളുടെ കുടുംബങ്ങൾ വാവിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ നബി പറഞ്ഞു, ഇവര് കരയുന്നു, അവൾ ശിക്ഷിക്കപ്പെടുന്നു, ഇവരറിയുന്നില്ല. ആ സന്ദർഭത്തിൽ നിന്ന് ആയിഷ ബീവി മനസ്സിലാക്കി അത് ജൂതര്, ക്രൈസ്തവര് തുടങ്ങിയ കുഫാറുമായി ബന്ധപ്പെട്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, മുഅ്മിനീങ്ങൾക്ക് ബാധകമല്ല. ഉമർ ഖത്താബ് മനസ്സിലാക്കി മുഅ്മിനീങ്ങൾക്കും ബാധകമാണ്, എല്ലാവർക്കും ബാധകമാണ്, അല്ലാണ്ട് ഈ ഹദീസ് ഖുർആനെതിരാണതല്ല. അപ്പൊ ഉമർ ഖത്താബ് പറഞ്ഞു, ഞാൻ കുത്തേറ്റ് വീണപ്പോ കരയല്ല, അതിനിപ്പോ ഞാൻ ശിക്ഷിക്കപ്പെടും. ആയിഷ ബീവി പറഞ്ഞു, ഉമർ ഖത്താബ് പറഞ്ഞത് ശരിയല്ല, നബി ഇങ്ങനെയാണ് പറഞ്ഞത്. ഇതെന്താ വൈരുദ്ധ്യമുള്ളത്? അവിടെ ഉമർ ഖത്താബ് ആയിഷ ബീവിന്റെ വാക്ക് ഹസ്ബുക്കുമുൽ ഖുർആൻ, ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് മതിയല്ലോ തെളിവ്. എന്താ ഖുർആൻ പറഞ്ഞത്? ലാ തസ്റു വാസ്റത്തും ബിസ്റ ഉഖ്റാ. അത് കാഫിറുണ്ടാവും. പാപം വഹിക്കുന്ന ഒരാളും മറ്റൊരാളുടെ പാപഭാരം ചുമക്കുകയില്ല എന്നാണ് ആയത്തിലുള്ളത്. അപ്പൊ ഇയാൾ കരഞ്ഞാൽ എങ്ങനെ മറ്റേ കുറ്റം കിട്ടിയാൽ? അങ്ങനെ കാഫിന് വേണ്ടി കരഞ്ഞാൽ എങ്ങനെ ആ കാഫിന് കുറ്റം കിട്ടുക? ഈ ആയത്ത് അയാൾക്കും ബാധകല്ലേ? അപ്പൊ ഖുർആനെതിരാണ് എന്നല്ല പറഞ്ഞത്. ഖുർആനിൽ പരാമർശിച്ച ആ ആശയത്തിന് ആനുപാതികമായിട്ട് ആയിഷ ബീവി ഹദീസ് മനസ്സിലാക്കി, ഉമർ ഖത്താബ് മറ്റൊരു മനസ്സിലാക്കി. ഇമാം ബുഖാരി രണ്ടും കൂടെ കൂട്ടി യോജിപ്പിച്ചു. ഇത് കാഫിറിനും ബാധകമാണ്, ഇത് മുഅ്മിനും ബാധകമാണ്. എന്നാ പിന്നെ എങ്ങനെ ഒരാളെ കരച്ചുകൊണ്ട് മറ്റേ കുറ്റം കിട്ടുക? ഇമാം ബുഖാരി പറഞ്ഞു, ഇൻ ഔസാ ബിദാലിക, ഇതിന് അയാൾ വസിയത്ത് ചെയ്താലാണ് ഇപ്പറഞ്ഞത്. കാരണം ജാഹിലിയ്യ കാലത്ത് ഏർപ്പാടുണ്ട്, മരിക്കുന്ന മുമ്പ് വസിയത്ത് ചെയ്ത് ഞാൻ മരിച്ചാല് ഒരാഴ്ച ഒന്നാകെ നിങ്ങൾ കരയണം, വസിയത്ത് ഉണ്ടാവും. പണ്ടല്ലോ ഞാൻ മരിച്ചാൽ പുര കെട്ടി ഒരാഴ്ച ഖുർആൻ ഓതണം, അതിന് പൈസയും ബാങ്കിൽ ഇട്ടേക്കും എന്ന പോലെ അവരന്ന് പൈസ മാറ്റി വെക്കും. അന്ന് കരയാൻ സ്പെഷ്യൽ ടീമുണ്ട് ആ നാട്ടില്, മക്കത്ത് സ്പെഷ്യൽ ടീമുണ്ട്.
ഓലെ വിവരം അറിയിച്ചാൽ മതി. ഏരിയ പറഞ്ഞെടുക്കുക, ഏതൊക്കെ സ്ഥലത്ത് പോയിട്ട് കരയണം എന്ന് ഏരിയ പറഞ്ഞെടുത്ത് എത്ര ആള് വേണം എന്ന് പറഞ്ഞെടുത്താൽ അതിന് ഫീസും കൊടുത്താൽ അവർ ഒട്ടകപ്പുറത്ത് കയറി ഓല് പുറപ്പെടും. ആ ചുറ്റുഭാഗത്തൊക്കെ പോയിട്ട് ഓലിങ്ങനെ ഇയാളെ മേന്മകൾ പറഞ്ഞ് കരയും. ഒരു അങ്ങാടി വരും, അവിടുന്ന് കരയും, അടുത്ത അങ്ങാടി പോകും, അവിടുന്ന് കരയും, അങ്ങനെ കരയും. അപ്പൊ നാട്ടിന് വലിയ പേരാ. നമ്മൾ ആചാര്യ മരിച്ചിട്ട് 8 ദിവസം ഒന്നാകെ കരഞ്ഞു, അത് ഭയങ്കര പേരാ. നമ്മൾ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ പത്രത്തിലൊക്കെ പേര് വരും. അപ്പൊ അന്ന് വസിയത്ത് ചെയ്തേക്കും വലിയ വലിയ കാര്യപ്പെട്ട മനുഷ്യന്മാര് വസിയത്ത് ചെയ്യും, ഞാൻ മരിച്ചാൽ കരയണം എന്ന് വസിയത്ത് ചെയ്യും. അതിന് വേണ്ട പൈസയും പോലെ മാറ്റി വെക്കും. അപ്പൊ ഇങ്ങനെ വസിയത്ത് ചെയ്താലാണ് ഈ പറഞ്ഞത്. അല്ലെങ്കിൽ തന്റെ കുടുംബങ്ങൾ കരയുമെന്ന് അറിയുന്ന ഒരാള് അത് പാടില്ല എന്ന് അവരോട് ആദ്യമേ പറഞ്ഞിട്ടില്ലെങ്കിലും അയാൾക്കിത് ബാധകമാണ്. ഇയാൾക്കറിയാം ഞാൻ മരിച്ച എന്റെ കുട്ടികളൊക്കെ പാടെ വാവിട്ടുകാരനെ ആകെ ഒച്ചപ്പാടുണ്ടാക്കും എന്ന് അറിയുമെങ്കിൽ ഇയാൾ വസിയത്ത് ചെയ്യണം, മക്കളെ ഞാൻ മരിച്ചാൽ അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. അത് പറയാതെ ഇയാൾ മരിച്ചു പോയാൽ ഇയാൾക്ക് ഉത്തരവാദിത്തമുണ്ട്. പറഞ്ഞു മരിച്ചാലോ പിന്നെ ഇയാൾക്ക് ബാധ്യതയില്ല എന്നാണ് ഇത് രണ്ടും കൂടെ യോജിപ്പിച്ചുകൊണ്ട് പണ്ഡിതന്മാര് പറഞ്ഞത്. എന്നിട്ടാണ് ഹസ്ബുക്കുൽ ഖുർആൻ ഉമർ ഖത്താബ് ആയിഷ ബീവി പറഞ്ഞു അതുകൊണ്ട് ഖുർആൻ മതി, പിന്നെ ഹദീസൊന്നും വേണ്ടെന്നാ. അപ്പൊ ആദ്യം മുത്തവാത്തിരേ പറ്റുള്ളൂ, ഇപ്പോഴോ ഒന്നും പറ്റൂലെന്നാവൂലേ? അപ്പൊ ഈ വക ദുർവ്യാഖ്യാനങ്ങൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന് അവസാനത്തെ കുട്ടിയും ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഈ വക ദുർവ്യാഖ്യാന പ്രവണതകളെ ഹദീസിന് ശേലം വിട്ട് ഖുർആനെതിരെ തിരിയുന്ന ഈ ശൈലികളെ ഇല്ല വെച്ച് പൊറുപ്പിക്കൂല. അത് എത്രപ്പെടും ശീലുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇനി പുതിയതുണ്ടാക്കിയാലും പഴയത് കിട്ടിയാലും എന്തായാലും ശരി, ആദർശത്തിന് എത്രപ്പെടും ശീലം ഉപയോഗിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ടേയിരിക്കും. അത് ദീനുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അത് ഒപ്പുള്ളവൻ പറഞ്ഞാലും പുറത്ത് പോയവൻ പറഞ്ഞാലും അകത്തുള്ളവൻ പറഞ്ഞാലും ആര് പറഞ്ഞാലും ശരി, തെറ്റാണോ തെറ്റെന്ന് വിളിച്ചു പറയാനുള്ള ആർജവം മുജാഹിദ് പ്രസ്ഥാനം കാണിച്ചിട്ടുണ്ട്. അതാണ് ഇക്കഴിഞ്ഞ ഒരു കൊല്ലം ഇവിടെ നടന്നത്. അതിശക്തമായ ദഅ്വാ പ്രവർത്തനങ്ങൾ, വാദപ്രതിവാദങ്ങൾ, മുഖാമുഖങ്ങൾ, ഖണ്ഡനങ്ങൾ എത്രയാണ് നടന്നത്? ഈ ഒരു 5-8 മാസം കൊണ്ട് 8 വാദപ്രതിവാദം നടന്നത്. ഇനി 9ാമത്തെ ഇൻഷാ അല്ലാഹ് ഈ ശനിയാഴ്ച AP സുന്നികളുമായി നബിദിനാഘോഷം എന്ന വിഷയത്തിൽ നടക്കാനിരിക്കുന്നു. എല്ലാവരും ദുആ ചെയ്യുക, അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നന്ദി സംവാദം കഴിഞ്ഞതിന് ശേഷം ത്വരീഖത്ത് സംവാദം പരപ്പനങ്ങാടിയിൽ വെച്ചിട്ട് പരസ്യമായി നാട്ടുകാർക്ക് മുഴുവൻ കേൾക്കാനുള്ള അനുവാദം നൽകിക്കൊണ്ട് ഒരു 300-350 ആള് പങ്കെടുത്തുകൊണ്ട് രാത്രി 8 മണിക്ക് ആരംഭിച്ച് 1.5 മണി വരെ നീണ്ടു നിൽക്കുന്ന ഒരു പരസ്യമെന്ന് പറയാവുന്ന തരത്തിലുള്ള വാദപ്രതിവാദം ത്വരീഖത്തുകാരുമായി കഴിഞ്ഞ ആഴ്ച നടന്നത്. ഇനി അതിനുശേഷമാണ് നബിദിന വിഷയത്തിൽ സംവാദം നടക്കാനിരിക്കുന്നത്. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ച് അന്ന് മുതൽ ഇന്ന് വരെ പുലർത്തിപ്പോന്ന ആ ആശയാദർശങ്ങൾ കയ്യിലുള്ള കാലത്തോളം അത് സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഞങ്ങൾ ആരും കഴിവുകൊണ്ടല്ല, ഈ ആദർശം കൈവശമുണ്ട് എന്നതുകൊണ്ട് മാത്രം. അവിടുന്ന് എപ്പ മാറിയോ അപ്പൊ കായക്കൊണ്ട ഗതി നമുക്കുണ്ടാവും, സംശയമൊന്നുമില്ല. 10 മുഖാമുഖം നടത്താൻ ധൈര്യം ഉണ്ടോ എന്ന് ചോദിച്ച ചങ്ങായി ഉണ്ടായിരുന്നു. അപ്പൊ അയാളെ മുഖം തന്നെ കാണാനില്ല, പിന്നല്ലേ മുഖാമുഖം. അപ്പൊ അവിടേക്ക് നമ്മളും എത്തും. ആദർശം വിട്ടാൽ സംശയമൊന്നുമില്ല. അത് ചാവി കൈക്കുണ്ടായതുകൊണ്ട് മാത്രം ധൈര്യം ഉണ്ടാകണമെന്നില്ല, ആധാരം പെട്ടിനുണ്ടായതുകൊണ്ട് മാത്രം ധൈര്യം ഉണ്ടാകണമെന്നില്ല. ഖുർആനും സുന്നത്തുമാകുന്ന അടിയാധാരങ്ങൾ കൈവശമുണ്ടോ, ചാവി ആരുകൊണ്ടായാലും ശരി, ഇത് കൈവശമുള്ളോടത്തോളം കാലം ബേജാറില്ല. മറ്റേത് അമ്പൂരി പറഞ്ഞ പോലെ പെട്ടി കൊണ്ടേക്കൊണ്ടേ ചാവി പടം ചെയ്യുന്നതില്ലേ, അത്രേ ഉണ്ടാവുള്ളതൊക്കെ. കള്ളം പെട്ടുണ്ടായപ്പോ നമ്പൂരി പറഞ്ഞ ആ പെട്ടിനെ കൊണ്ടോട്ടെ, ചാവിന്റെ അടുത്താണല്ലോ എന്ന് പറഞ്ഞ ഓരോരുത്തർ ആയിരം ചാടി കയറിട്ട് ചാവി ആധാര കൈക്ക് പിടിച്ചു, ഞങ്ങൾക്ക് എന്ത് മതിയ മറ്റോ പെട്ടി കൊണ്ടുപോയത് ഓർന്നിട്ടില്ല. ഇത് ഓൻ കാത്തിക്ക, ഓൻ തുറക്കാൻ കണ്ടു വരും, ചാവി പെടണ്ടല്ലോ എന്ന്. അത് തുറക്കണ് പെട്ടി കൊണ്ടുപോയതിനാണ് ഇതെങ്ങനെ തുറക്കുക എന്നുള്ളത്. അപ്പൊ തൗഹീദാകുന്ന അടിയാധാരം, പ്രമാണമാകുന്ന അടിയാധാരം കൈവശമുള്ള കാലത്തോളം ഇല്ല ഈ രംഗത്ത് പ്രയാസം ഉണ്ടാവില്ല. ഇൻഷാ അല്ലാഹ് അത് തെളിവാണ്. ഇക്കഴിഞ്ഞ സമയം അത്രയും, ഇക്കഴിഞ്ഞ മാസങ്ങൾ അത്രയും ആ രംഗത്ത് എടുത്തു പറയാവുന്ന ഒന്നാണ് നമ്മുടെ ജാമിയ അൽ ഹിന്ദ്. എല്ലാവരും പ്രത്യേകം ദുആ ചെയ്യണം. ഇൻഷാ അല്ലാഹ് ഈ 2-ാം തീയതി ജാമിയ അൽ ഹിന്ദിന്റെ ലേബലിൽ സംഘടിപ്പിക്കുന്ന അൽ ബലാഗ് എന്ന ദഅ്വാ സമ്മേളനം പെരിന്തൽമണ്ണ ചെറുകരയിൽ വെച്ച് ഇൻഷാ അല്ലാഹ് 2-ാം തീയതി ബുധനാഴ്ച നടക്കുകയാണ്. വൈകുന്നേരം 5 മണി മുതൽ രാത്രി 10 മണി വരെയായി പെരിന്തൽമണ്ണ ചെറുകരയിൽ
നമ്മുടെ സ്ഥാപനം ഇപ്പോൾ നിലനിൽക്കുന്ന ആ പ്രദേശത്ത് തൗഹീദ് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നമ്മുടെ വിദ്യാർത്ഥികൾ സംഘടിപ്പിക്കുന്ന അൽ ബലാഗ് എന്ന പേരിൽ അറിയപ്പെടുന്ന ദഅ്വ സമ്മേളനം പരമാവധി ആളുകൾ പങ്കെടുക്കാൻ ശ്രമിക്കുക. അതേപോലെ ധാരാളം ദഅ്വ സംരംഭങ്ങൾ പരിസര പ്രദേശങ്ങളിൽ എമ്പാടും ഈ വരുന്ന ദിവസങ്ങളിലെല്ലാം സംഘടിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതെല്ലാം പരമാവധി ഉപയോഗപ്പെടുത്തുക. അങ്ങനെ എന്താണോ ശരിയായ ദീന്, ആ ദീൻ ഉൾക്കൊണ്ടുകൊണ്ട് ശരിയായ രൂപത്തിൽ സലഫിയത്ത് പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങാൻ നാം തയ്യാറാവുക. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും എന്ത് പഠിപ്പിച്ചാലും ശരി, അത് സലഫുകളുടെ മൻഹജ് പ്രകാരം അംഗീകരിക്കുന്നിടത്ത് യാതൊരു അഭിപ്രായ വ്യത്യാസവും യാതൊരു ആശയക്കുഴപ്പവും നമുക്ക് ആവശ്യമില്ല. പരിപൂർണമായ സലഫിയത്തിലൂടെ നാം മുന്നോട്ട് നീങ്ങുക. റഹ്മാനായ റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.